നമസ്കാരം. സംഘം ടോക്സിലേക്ക് സ്വാഗതം. സംഘർഷങ്ങളുടെ ലോകമാണ് ഇന്നത്തേത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലായാലും വ്യാവഹാരിക മേഖലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും എവിടെ തിരിഞ്ഞാലും മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളാണ്. ഇവിടെയാണ് മോക്ഷത്തെ ലക്ഷ്യം വെച്ച് ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടി സന്തുലിതമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സനാതന ധർമ്മത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക എന്നത് ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ശങ്കുട്ടി ദാസാണ്. നമസ്തേ. നമസ്തേ ശങ്കുജി. ശബരിമല ആചാര സംരക്ഷണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് മുതൽ ഹൈന്ദവ വിഷയങ്ങൾ സജീവമാണ് ശങ്കുജി. ട്രിവാൻഡ്രം ലോ കോളേജിൽ നിന്നും LLB കഴിഞ്ഞ ന്യൂഡൽഹി ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസിൽ സ്പെഷ്യലൈസ് ചെയ്ത ഇദ്ദേഹം അഡ്വക്കേറ്റും അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലുമായി പ്രവർത്തിക്കുന്നു. ശബരിമല ആചാരങ്ങൾ, ഭാരതത്തിലെ നിയമങ്ങൾ, ഭരണഘടനാ സദാചാരം, ക്ഷേത്ര സങ്കല്പങ്ങൾ, ഹൈന്ദവ ആചാരങ്ങൾ, ദൈവാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം. പൊതുവ്യവഹാരങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പ്രായോഗിക വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനും മുന്നോട്ടുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിനും അദ്ദേഹം മികച്ച സ്ഥാനത്താണ്. നമസ്കാരം ശങ്കുജി, ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. ശങ്കുജി, നമുക്ക് നേരിട്ട് വിഷയത്തിലോട്ട് കടക്കാം. മറ്റ് വിശ്വാസ പദ്ധതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകതകൾ? ഇവയ്ക്ക് ലോക നന്മ അല്ലെങ്കിൽ സമാധാനത്തെ സ്വാധീനിക്കാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ എങ്ങനെ? എന്തെങ്കിലും ഉദാഹരണങ്ങൾ തരാൻ കഴിയുമോ? തീർച്ചയായിട്ടും. മറ്റ് വിശ്വാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന ചോദ്യത്തിൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് മറ്റ് സംഹിതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ, നമ്മുടെ സങ്കല്പത്തിലുള്ള കൺവെൻഷണൽ റിലീജിയൻസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദു ധർമ്മം എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരം, ഹിന്ദു ധർമ്മം മറ്റ് സാമ്പ്രദായിക മതങ്ങളെ പോലെ ഒരു മതവിശ്വാസമല്ല എന്നുള്ളതാണ്. കൺവെൻഷണൽ റിലീജിയന്റെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് പിന്തുടരുന്ന ഒരു ധർമ്മമല്ല ഹിന്ദു ധർമ്മം. അതൊരു ജീവിത പദ്ധതി തന്നെയാണ്. വളരെ സമ്യക്കായിട്ടുള്ള ഒരു ജീവിത പദ്ധതി തന്നെയാണ്. യഥാർത്ഥത്തിൽ സിന്ധു നദിക്ക് ഇപ്പുറം ജീവിച്ചിരുന്ന ആ ദേശത്തെയും അവിടുത്തെ ജനതയെയും അവരുടെ സംസ്കാരത്തെയും ഒരേ സമയം വിവക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വാക്കാണ് ഹിന്ദു. അതൊരു വിശ്വാസ സംഹിത എന്നതിലുപരി ഒരു ദേശത്തിന്റെ പേരാണ്, ആ ദേശത്തിൽ അധിവസിക്കുന്ന ജനതയുടെ മുഴുവൻ പേരാണ്, ആ ജനതയുടെ ജീവിത പദ്ധതിയുടെ, അവരുടെ സംസ്കാരത്തിന്റെ, അവരുടെ ശൈലികളുടെ ഒരു പൊതുസജ്ഞയാണ്. അതില് വിവിധങ്ങളായിട്ടുള്ള വശങ്ങളുണ്ട്. സാമാന്യമായിട്ട് നമ്മൾ മതം എന്ന് വ്യവഹരിക്കുമ്പോൾ അല്ലെങ്കിൽ മതം എന്ന വാക്ക് ഉദ്ദേശിക്കുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ്? ചില കോമൺ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില കോമൺ പ്രാക്ടീസസ് ഉണ്ട്, ഒരു ഫൗണ്ടർ ഉണ്ട്, അല്ലെ? ചില ഡോക്ട്രിൻസ് ഉണ്ട്, ചില ഡോഗ്മാസ് ഉണ്ട്, എല്ലാവർക്കും പൊതുവായിട്ടുള്ള ചില ആചരണങ്ങൾ, എല്ലാവർക്കും പൊതുവായിട്ടുള്ള ചില നിഷ്ഠകൾ, എല്ലാവർക്കും പൊതുവായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ സാമ്പ്രദായിക മതങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ പറയുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഥറിറ്റി അല്ലെങ്കിൽ ഒരു 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 മത സംവിധാനം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിലൊരു ഹയറാർക്കി ഉണ്ട്. എന്നാൽ നോക്കൂ, ഹിന്ദു ധർമ്മത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംവിധാനം ഇല്ല. അടിസ്ഥാനപരമായിട്ട് ഒരു യൂണിഫോം കോഡ് ഓഫ് പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ ഒരു യൂണിഫോം സിസ്റ്റം ഓഫ് റിച്വൽസ് ഓർ പ്രാക്ടീസസോ അല്ല ഹിന്ദു ധർമ്മം. നമ്മള് ഓർഗനൈസ്ഡ് റിലീജിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഓർഗനൈസ്ഡ് റിലീജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പ്രദായികമായിട്ടുള്ള നിർവചന പ്രകാരം, ഏറ്റവും ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നത് പ്രകാരം കംപ്ലീറ്റ് സറണ്ടർ ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ എ ബിലീഫ് എന്നുള്ളതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും നിരുപാധികമായിട്ടുമുള്ള അടിയറവും പൂർണ്ണമായിട്ടുള്ള ആശ്രിതത്വവുമാണ് ഈ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിയെ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗോഡ് ഹെഡിലുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറിലുള്ള, ഒരു സൂപ്പർ നാച്ചുറൽ ശക്തിയിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ സങ്കല്പത്തിലൊക്കെ ഇബാദത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് സറണ്ടർ അല്ലെങ്കിൽ സ്ലേവറി, ദൈവത്തിന്റെ ദാസനാണ് നമ്മൾ എന്നുള്ള സങ്കല്പമുണ്ട്. ക്രിസ്ത്യൻ സങ്കല്പത്തിൽ കുഞ്ഞാടുകൾ എന്നുള്ള സങ്കല്പമുണ്ട്. നമ്മൾ ആട്ടിൻപറ്റത്തെ പോലെ ഒരു പ്രവാചകനാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടമാണ് എന്നുണ്ട്. നേരെ തിരിച്ച് ഇവിടെ അങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള സറണ്ടർ ഇല്ല. അതേപോലെ തന്നെ സെമിറ്റിക് സ്ട്രക്ചറുള്ള സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ് എന്ന് പറയുന്ന ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഏക ഗ്രന്ഥം, ഏക ദൈവം, ഏക പ്രവാചകൻ, ഇത് എല്ലാ അബ്രഹാമിക് മതങ്ങളുടെയും പൊതു സ്വഭാവമാണ്. നിങ്ങൾ ക്രിസ്ത്യൻ മതം എടുത്തു കഴിഞ്ഞാൽ അവിടെ സിംഗിൾ ഗോഡ് ഉണ്ട്,
ഫാദർ എന്ന് പറയുന്ന ഗോഡ് ഉണ്ട്, സിംഗിൾ ടെക്സ്റ്റ് ഉണ്ട്, ബൈബിൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, സിംഗിൾ പ്രൊഫറ്റ് ഉണ്ട്, ജീസസ് എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതം എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഗോഡ് ഉണ്ട്, അള്ളാഹ്, സിംഗിൾ ടെക്സ്റ്റ് ഉണ്ട് ഖുറാൻ, സിംഗിൾ പ്രൊഫറ്റ് ഉണ്ട് മുഹമ്മദ്. നിങ്ങൾ യഹൂദ മതം എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഗോഡ് ഉണ്ട് ജഹോവ, സിംഗിൾ ടെക്സ്റ്റ് ഉണ്ട് ടോറ, സിംഗിൾ പ്രൊഫറ്റ് ഉണ്ട് മോസസ്. നേരെ തിരിച്ച് ഹിന്ദു ധർമ്മത്തിലെ സിംഗിൾ ഗോഡ് ആരാണ്? 330 ദേവതകൾ എന്നാണ്. അവനവന്റെ ദൈവങ്ങളുടെ മുഴുവൻ പേര് പറയാൻ കഴിയുന്ന ഒരു ഹിന്ദു പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഒരു ഹിന്ദു അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രക്രിയക്കിടയിൽ തന്നെ അയാളുടെ ബാല്യവും യൗവനവും കൗമാരവും ഒക്കെ കഴിഞ്ഞു പോകും. അത്രയേറെ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ട്. സിംഗിൾ ടെക്സ്റ്റ് അല്ല, അനവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്, ഗ്രന്ഥങ്ങളല്ല ഗ്രന്ഥാലയങ്ങളാണ്, ഗ്രന്ഥപുരകളാണ്. പറയാറുണ്ട് പൊതുവെ മറ്റു മതങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്രന്ഥമുള്ളപ്പോ ഹിന്ദുവിന് സ്വന്തമായിട്ട് ലൈബ്രറികളാണ് ഉള്ളത്. അത്രയേറെ ഗ്രന്ഥങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥ പദ്ധതി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിശ്വാസവുമല്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നമ്മൾ പൂർണ്ണമായിട്ട് പിന്തുടർന്നോളണം എന്നുള്ള നിർബന്ധ ബുദ്ധി അവിടെ ഇല്ല. ഒരു തരത്തിലുള്ള ഡിപ്പെൻഡൻസും ഇല്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ പൂർണ്ണമായി നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ട്. പ്രധാനമായിട്ടും ഇപ്പൊ ഹിന്ദു ധർമ്മത്തിലെ ഷഡ്ദർശനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ആസ്തിക ദർശനങ്ങൾക്കൊപ്പം തന്നെ നാസ്തികമായിട്ടുള്ള 5 ദർശനങ്ങളുണ്ട്. ജൈനം, ബൗദ്ധം, ആജീവിക, അജ്ഞാന, ചാർവാക എന്നൊക്കെ പറയുന്ന ഈശ്വരനെ നിഷേധിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് പോലും ദർശനങ്ങളുടെ സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇവിടെയുള്ളത്. അതേപോലെ തന്നെ പ്രവാചകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഈശ്വരനോ ഇല്ല. അനവധിയായിട്ടുള്ള ഗുരു പരമ്പരയാണുള്ളത്. ഓരോ കാലഘട്ടത്തിലും ധർമ്മത്തിന് തളർച്ചയുണ്ടാവുന്ന സമയത്ത് അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനും ധർമ്മത്തെ ഉദ്ധാരണം ചെയ്യാനും ഈശ്വരൻ സ്വയം അവതരിക്കുന്ന സങ്കല്പമാണുള്ളത്. ഓരോ കാലഘട്ടത്തിലും നമുക്ക് അത്തരത്തിലുള്ള അവതാര പുരുഷന്മാരും മഹാഗുരുക്കന്മാരും നമുക്ക് അവതാര പിറവികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ പിന്തുടരുന്നില്ല ഹിന്ദുധർമ്മം എന്നത് ഹിന്ദുധർമ്മത്തിന്റെ ഒരു വൈവിധ്യത്തിന്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സംഗതികൾ പോലും ഹിന്ദുധർമ്മത്തിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തങ്ങൾ മാത്രമല്ല, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആശയങ്ങൾ പോലും ഹിന്ദുധർമ്മത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരേ സമയത്ത് ഏകദൈവാരാധനയെ പിന്തുണയ്ക്കുന്നുണ്ട്, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, ഒരേ ഈശ്വരനെ തന്നെയാണ് അല്ലെങ്കിൽ ഒരേ സത്യത്തെ തന്നെയാണ് നമ്മളെല്ലാവരും വിവിധങ്ങളായിട്ട് ആരാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇത് ബഹുദൈവാരാധനയെ അംഗീകരിക്കുന്നുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്ന ആ പരമാത്മാ എന്ന് പറയുന്ന സങ്കല്പത്തിനൊപ്പം തന്നെ ത്രിമൂർത്തി സങ്കല്പം നമുക്കുണ്ട്. ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങൾ, ഓരോ പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് ഓരോ ദേവതാ സങ്കല്പങ്ങൾ പോലും നമുക്കുണ്ട്. ഇതിൽ വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ വിഗ്രഹമില്ലാതെയുള്ള നിർഗുണമായിട്ടുള്ള ആരാധനാ പദ്ധതിയെയും വൈദികമായിട്ടുള്ള ആരാധനാ പദ്ധതിയെയും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇത് താന്ത്രികമായിട്ടുള്ള ഉപാസനാ പദ്ധതികളെ അംഗീകരിക്കുന്നുണ്ട്. പഞ്ചമം അകാരത്തെ അംഗീകരിക്കുന്നുണ്ട്. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം എന്ന് പറയുന്ന പഞ്ചമം അകാര പദ്ധതി അംഗീകരിക്കുന്നുണ്ട്. അതേസമയം തീർത്തും വൈദികമായിട്ടുള്ള സാത്വികമായിട്ടുള്ള പഞ്ചമ ഗകാരങ്ങളെയും ഗംഗ, ഗീത, ഗോവിന്ദൻ, ഗായത്രി, ഗോമാത എന്ന് പറയുന്ന പഞ്ചമ ഗകാരത്തെയും ഇത് അനുവദിക്കുന്നുണ്ട്. ഇത് ക്ഷേത്രാരാധനയെ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം ക്ഷേത്രമില്ലാതെയുള്ള ആരാധനാ പദ്ധതി ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇത് പ്രകൃത്യാരാധനയെ അംഗീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ബിംബാരാധനയും അംഗീകരിക്കുന്നുണ്ട്. ഇത് സ്ത്രീ ആരാധനയെ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം പുരുഷാരാധനയും അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഎക്സിസ്റ്റ് ചെയ്യാൻ പ്രയാസമാണെന്ന് നമുക്ക് തോന്നുന്ന എന്താ പറയാ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ദർശനങ്ങൾ പോലും വളരെ സമ്യക്കായിട്ട് വളരെ അമിക്കബിൾ ആയിട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസധാരയാണ് ഇത്. ഇതിനുള്ളിൽ ഇപ്പൊ നോക്കൂ, നമുക്ക് അദ്വൈതം എന്ന് പറയുന്ന ഒരു ദർശനമുണ്ട്. ശങ്കരാചാര്യ സ്വാമികളെ നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത്. ഹിന്ദു ധർമ്മത്തിൽ ഒരാളെ ആചാര്യൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുന്ന ആളെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇതാണ് പ്രസ്ഥാനത്രയങ്ങൾ. പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുന്ന ആളാണ് ആചാര്യൻ. ശങ്കരനെ നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത് പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം അദ്വൈത പ്രകാരം ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. അതേസമയം ഹിന്ദുധർമ്മത്തിൽ ശങ്കരൻ മാത്രമല്ല ആചാര്യൻ, നമുക്ക് മാധവൻ എന്ന് പറയുന്ന ആചാര്യനുണ്ട്. മാധവന്റെ സിദ്ധാന്തം ദ്വൈതമാണ്. ദ്വൈത സിദ്ധാന്ത പ്രകാരം അദ്ദേഹം പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ മാധവാചാര്യൻ എന്ന് വിളിക്കുന്നത്. വിശേഷാദ്വൈതം പ്രചരിപ്പിച്ചിട്ടുള്ള ആളുണ്ട് വല്ലഭാചാര്യൻ, ശുദ്ധാദ്വൈതം പ്രചരിപ്പിച്ചിട്ടുള്ള ആളുണ്ട് രാമാനുജാചാര്യൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരി, ഏതെങ്കിലും ഒന്ന് തെറ്റ് എന്നല്ല. ബൈനറി വെച്ചുകൊണ്ട് ഇത് ശരി, ഇത് തെറ്റ്, അല്ലെങ്കിൽ ഇത് ശരിയാണെങ്കിൽ ഇതിനെയൊക്കെ നിഷേധിക്കാന്നുള്ള സങ്കല്പമല്ല. അങ്ങനെയാണെങ്കിൽ അദ്വൈതം ശരിയാണെങ്കിൽ ദ്വൈതം തെറ്റാവേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശങ്കരൻ ആചാര്യനാണെങ്കിൽ മാധവൻ ആചാര്യനാവാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ശരിയെന്ന് പറയുന്ന കൺഫൈനിങ് ആയിട്ടുള്ള കൺഫർമിങ് ആയിട്ടുള്ള മതമല്ല. ഇത് വളരെ സ്വീകരണാത്മകമായിട്ടുള്ള ഒരു ദർശനമാണ്. എല്ലാ പദ്ധതികളെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഓരോന്നും ശരിയിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് എന്നുള്ളതാണ്. ആകാശം പതിതം തോയം യഥാ
ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറയുന്നുണ്ട് ഗീതയിൽ ഭഗവാൻ. എന്താണ്? ആകാശത്തുനിന്ന് പതിക്കുന്ന ജലത്തുള്ളികൾ എങ്ങനെയൊക്കെ വ്യത്യസ്ത ജലാശയങ്ങളായി രൂപപ്പെട്ടാലും ഒടുവിൽ ഇതെല്ലാം ഒഴുകി ഒരേ സാഗരത്തിൽ എത്തുന്നത് പോലെ നീ ഏതൊക്കെ ഈശ്വരനെയും ഏതൊക്കെ സങ്കല്പത്തെയും ആരാധിച്ചാലും ഒടുവിൽ അതെല്ലാം വന്നു ചേരുന്നത് എന്നിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു ആരാധന ശരിയല്ല, ഏതെങ്കിലും ഒരു ആരാധന തെറ്റുമല്ല എന്ന് പറയുന്ന ഒരു ദർശനത്തിന്റെ സൗന്ദര്യമാണ്. ഇതാണ് ഈ ധർമ്മത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഇതിന്റെ വിശേഷം. എന്ത്? ഇതിന്റെ ബഹുസ്വരത, ഇതിന്റെ അനേകത, ഇതിന്റെ വിവിധത. ബാക്കി എല്ലാ മതങ്ങളും ഏകശിലാത്മകമായിട്ടുള്ള വിശ്വാസ സംഹിതകളാണ്. അത് കൺഫർമിംഗ് റിലീജിയൻസ് ആണ്. ഏതെങ്കിലും ഒരു ശരിയെ അത് ആദ്യം തന്നെ ഉറപ്പിക്കുകയും ആ ശരിയിൽ പെടാത്തതിനെ മുഴുവൻ തെറ്റുകളായിട്ട് നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്? ആ പറയുന്ന മതപ്രത്യയശാസ്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ വേറെ മതങ്ങൾക്കൊന്നും നിലനിൽക്കാൻ സാധിക്കാതെ വരുന്നു. നിങ്ങൾ നോക്കിക്കോളൂ, സെമിറ്റിക് മതങ്ങൾക്ക് ഈ പറയുന്ന എബ്രഹാമിക് ഈ പരമ്പരയിൽ വരുന്ന മതസംഹിതകൾ ഏതെല്ലാം ദേശങ്ങളിൽ ശക്തി ആർജിച്ചിട്ടുണ്ടോ അവിടെയുള്ള മറ്റ് പ്രാക്തനമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള വിശ്വാസ സംഹിതകളെല്ലാം ഇല്ലാതെയായിട്ടുണ്ട്. കാരണം ഇതിന് മറ്റുള്ളവയെ സ്വീകരിക്കുക എന്നൊരു പദ്ധതി വെക്കില്ല. ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമുണ്ട് ഈ പറയുന്ന യൂറോപ്യൻ മിഷണറികളുടെ ആഫ്രിക്കയുടെ അധിനിവേശത്തെ പറ്റിയിട്ട്. അവര് ആഫ്രിക്കയിലേക്ക് വരുമ്പോ ഞങ്ങളുടെ കയ്യിൽ നിറയെ ഭൂമി ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരു ബൈബിളും ഉണ്ടായിരുന്നു. അവർ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നപ്പോ ഞങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ നിറയെ ഭൂമിയും എന്നാണ്. ഇങ്ങനെ ഏതൊക്കെ ദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടോ അവിടുത്തെ സമ്പത്ത്, അവിടുത്തെ ജീവിത ശൈലികളെ എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ഇവയെല്ലാം സംസ്കരിപ്പിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഇവരെല്ലാം സിവിലൈസ് ചെയ്യുകയാണ്, ഇവരെല്ലാം ഉയർത്തുകയാണ്. അതിനുവേണ്ടി ദൈവത്തിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഞങ്ങളെന്നാണ് ഇവർ സ്വയം വിശ്വസിക്കുന്നത്. ചോസൺ പീപ്പിൾ ഓഫ് ഗോഡ്. അങ്ങനെയുള്ള പ്രാകൃതരായിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള പാകന്മാരായിട്ടുള്ള മനുഷ്യരെ യഥാർത്ഥ സംസ്കാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുള്ള ആളുകളാണ്. അത് ചെയ്യുന്നത് ഞങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ബാധ്യതയാണ്. വൈറ്റ് മെൻസ് ബേർഡൻ എന്നാണ് പറയുക. വലിയൊരു ഉത്തരവാദിത്തമായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്താ, ഏതൊക്കെ ദേശങ്ങളിൽ പോയിട്ട് അവിടുത്തെ സംസ്കാരങ്ങളെ മുഴുവൻ തകർത്തിട്ട് ആ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തിട്ട് അവിടുത്തെ മനുഷ്യരെ മുഴുവൻ അടിമയാക്കിയിട്ടുണ്ടോ അതിൽ യാതൊരു കുറ്റബോധവും ഈ സമൂഹങ്ങൾക്ക് ഇപ്പോഴും ഇല്ല. അത് ഇവർ ആ സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഒരു സർവീസ് ആയിട്ടാണ് ഇവർ സ്വയം കണക്കാക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ സാംസ്കാരികമായിട്ട് ഉദ്ധരിച്ചില്ലേ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ചൂഷണം നോക്കൂ. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവില്ല, പക്ഷെ ഇന്ത്യയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്കണോമിക് ചൂഷണമാണ് ഇന്ത്യയിൽ നടന്നത്. ഈ പറയുന്ന 1600കളിൽ, അതായത് ഫസ്റ്റ് സെഞ്ചുറി CE ടു 10th സെഞ്ചുറി CE എന്ന് പറയുന്ന ഗോൾഡൻ പീരിയഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന്റെ തന്നെ ഒരു ഗോൾഡൻ പീരിയഡ് ആണ്. ആ സമയത്ത് ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ ലോകത്തിന്റെ 42% 11th സെഞ്ചുറി AD-യിലെ ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോക GDP-യുടെ 33% നിരന്തരമായിട്ടുള്ള ഇസ്ലാമിക് കോൺക്വസ്റ്റുകൾ, അധിനിവേശങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് 16ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ലോകത്തിന്റെ GDP കോൺട്രിബ്യൂഷൻ 24% ആയിരുന്നു. എന്നാൽ വെറും 2 നൂറ്റാണ്ട് കൊണ്ട് യൂറോപ്യൻ ഭരണം കഴിഞ്ഞപ്പോൾ 1947 ആയപ്പോ ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ 2% ആയി മാറി. അപ്പൊ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ചൂഷണം ചെയ്ത് ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ അട്ടിമറിക്കപ്പെട്ടു. ആളുകളുടെ ലൈഫ് എക്സ്പെക്ടൻസി 1947 31 വയസ്സാണ്. ആളുകളുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 22% ആയിരുന്നു. അങ്ങനെ ഒരു സബ് സഹാറൻ രാജ്യത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇന്ത്യയുടെ ജീവിതത്തെ കൊണ്ടുപോയിട്ടുള്ള ഒരു പദ്ധതി. പക്ഷെ എന്താണ് അവർ സ്വയം അവകാശപ്പെടുന്നത്? അവർ ഇന്ത്യയെ 400ഓളം നാട്ടുരാജ്യങ്ങളായിട്ട് പരസ്പരം ഭിന്നിച്ച് പോരടിച്ച് കിടന്നിരുന്ന ഒരു സമൂഹത്തെ ഒരു രാജ്യമായിട്ട് ഒന്നിപ്പിച്ചത് ഞങ്ങളാണ്, ഞങ്ങൾ നിങ്ങളോട് ചെയ്തൊരു സേവനമാണ് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ അത്ര തന്നെ പഴയ പാരമ്പര്യമുള്ള പഴക്കമുള്ള നിരവധി സംസ്കാരങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ സംസ്കാരങ്ങൾക്കെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ മതി. ഹിന്ദു ധർമ്മം മാത്രമല്ല, അത്ര തന്നെ പഴക്കവും പാരമ്പര്യവും പൈതൃകവുമുള്ള ഇപ്പോ മയ സംസ്കാരം, ഇൻക സംസ്കാരം, അസ്തീക് സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഈ സംസ്കാരങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ഈ സംസ്കാരങ്ങളെല്ലാം ഇന്ന് മ്യൂസിയങ്ങളിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കാരണം ഇവിടെയെല്ലാം ഈ പറയുന്ന സെമിറ്റിക് മതങ്ങളുടെ അധിനിവേശം ഉണ്ടായപ്പോ അവിടുത്തെ സമ്പ്രദായങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പകരം അവിടെ ഈ പറയുന്ന എബ്രഹാമിക് മതതത്വങ്ങൾ മാത്രം നിന്നു. ഇസ്ലാമിന്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ള ദേശങ്ങളിൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാന്റെ മാത്രം കാര്യം എടുത്തു നോക്കൂ. അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹിന്ദു ബുദ്ധിസ്റ്റ് പ്രസൻസ് ഉണ്ടായിരുന്നു. ബുദ്ധ പ്രതിമകൾ ഈ 21ാം നൂറ്റാണ്ട് വരെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. താലിബാൻ ഭരണകൂടമാണ് ബുദ്ധ പ്രതിമകൾ തകർത്ത് കളയുന്നത്. എന്നാൽ ഇന്ന് ബുദ്ധമതത്തിന്റെ ഒരു ട്രേസ് പോലും നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്താണ്? അഡ്വന്റ് ഓഫ് ഇസ്ലാമിന് ശേഷം അത് ഇല്ലാണ്ടായി. ഇറാൻ സ്വരാഷ്ട്ര മതം എന്ന് പറയുന്ന നമ്മുടെ പാർസി എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഈറ്റില്ലമായിരുന്ന പ്രദേശമാണ് ഇറാൻ. ഇറാനിൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തിന് ശേഷം എന്താണ് ഉണ്ടായിരുന്നത്? അവിടെ നിന്നിരുന്ന പാരമ്പര്യ സംസ്കാരം പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ് ചെയ്തത്.
ഇതാണ് സെമിറ്റിക് മതങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം. അവയ്ക്ക് വേറെ ഒന്നിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, അത് എവിടെ ചെല്ലുന്നു അവിടെ തങ്ങളുടെ മാത്രം അധീനതയിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ഒരു സ്വഭാവം ഹിന്ദു ധർമ്മത്തിനില്ല. ഹിന്ദുധർമ്മം അങ്ങനെ ഒരു കൺഫോർമിസ്റ്റ് ആയിട്ടുള്ള, കൺഫൈനിങ് ആയിട്ടുള്ള, ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഏകശിലാരൂപിയായിട്ടുള്ള ധർമ്മമല്ല എന്നുള്ളതാണ്. അതൊരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ജീവിത പദ്ധതിയാണ്. ആയിരക്കണക്കിന് സമ്പ്രദായങ്ങളും നൂറുകണക്കിന് വിഭാഗങ്ങളും ആയിരക്കണക്കിന് പന്ഥുകളും നിരവധി ഭാഷകളും നിരവധി സംസ്കാരങ്ങളും നിരവധി ജീവിത രീതികളേക്ക് ഉൾക്കൊള്ളുന്ന ഒരു സമ്യക് ദർശനമാണ്, ഒരു മഹാസമന്വയ പദ്ധതിയാണ് ഹിന്ദുധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷണൽ റിലീജിയനുകളുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് ഒരിക്കലും ഹിന്ദുമതത്തെ ചുരുക്കാൻ സാധിക്കില്ല. അതൊരു വേ ഓഫ് ലൈഫാണ്, അതൊരു ജീവിത പദ്ധതിയാണ് യഥാർത്ഥത്തിൽ. ഇന്ന് യഥാർത്ഥത്തിൽ ലോകം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ലോകം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജീവിത പദ്ധതിയാണ്. കാരണം കുറെ കൂടി ഉൾക്കൊള്ളലിന്റെ തത്വശാസ്ത്രത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരവധിയായിട്ടുള്ള യുദ്ധങ്ങളുടെ തുടർച്ചയിൽ, രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ തുടർച്ചയിൽ, നിരവധിയായിട്ടുള്ള സംഘർഷങ്ങളുടെ തുടർച്ചയിൽ സമാധാനം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യത്തെ പറ്റി സമൂഹം വളരെയേറെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുള്ള കാലഘട്ടമാണിത്. ഈ സമയത്ത് അവനവൻ മാത്രം ശരിയെന്ന് പറയുന്ന ഏത് ഡോഗ്മയും ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന് ഭീഷണിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സമാധാനത്തിനുള്ള വെല്ലുവിളി ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ്. കാരണം അതിന് നാളെ മറ്റൊരു ദേശത്തേക്ക് കടന്നു ചെല്ലാനുള്ള പൊട്ടൻസി ഉണ്ട്. അങ്ങനെയുള്ള ലോകം മുഴുവൻ ഇങ്ങനെ വളരെ ഇമിനന്റ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഹിന്ദുധർമ്മത്തെ പോലെ സ്വീകരണാത്മകമായിട്ടുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എന്റെ ബോധ്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ താങ്കൾ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലും അപ്പൊ പിന്നെ ഭാരതത്തിന്റെ ഉള്ളില് എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കാൻ ഇത്രയും അധികം ശക്തികൾ പരിശ്രമിക്കുന്നത്? ഇപ്പൊ കേരളത്തിലാണെങ്കിലും ലെഫ്റ്റിസ്റ്റ് മാർക്സിസ്റ്റുകൾ കഴിയണ രീതിയിലൊക്കെ സനാതന ധർമ്മത്തിനെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ പോയാലും ദ്രാവിഡ സംഘങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. കിട്ടുന്ന അവസരത്തിലൊക്കെ സനാതന ധർമ്മത്തിനെ ആക്രമിക്കുക എന്നുള്ളത്. അവർക്കിപ്പോ എന്താ ഇതില് ലാഭം? അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ പറയുന്ന ഹിന്ദുധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ഐഡിയോളജികളും സെമിറ്റിക് സ്വഭാവമുള്ള ഐഡിയോളജികളാണ്. ഈ സെമിറ്റിക് സ്വഭാവത്തിലുള്ള ഐഡിയോളജികളുടെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവം അവർ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതല്ല, അവർ എന്തിനെതിരെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവരുടെ ബേസിക് ഡോക്ട്രിൻ. എന്തിനെങ്കിലും എതിർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ തങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന മതങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളുടെ ഈ സംവിധാനങ്ങളുടെ ഒക്കെ ഒരു മൗലിക സ്വഭാവം എന്താണ്? ലോകം മുഴുവൻ അവരുടെ ആദർശത്തെ പ്രചരിപ്പിക്കുകയും ലോകത്തെ മുഴുവൻ അവരുടെ ദൈവത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ റിലീജിയന്റെ പർപ്പസ് എന്താണ്? ആ റിലീജിയന്റെ ഇന്റൻഷൻ എന്താണ്? അവരുടെ സങ്കല്പത്തിലുള്ള ദൈവത്തിന്റെ ലോകം കൊണ്ടുവരിക, അവരുടെ ദൈവത്തിന്റെ വിജയം കൊണ്ടുവരിക എന്നുള്ള. സനാതന ധർമ്മത്തിന് പക്ഷേ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ വിജയം സൃഷ്ടിക്കുക എന്നുള്ളതല്ല, മനുഷ്യന്റെ സുഖകരമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്തുക, മനുഷ്യരുടെ സമാധാനപരമായിട്ടുള്ള സ്വാസ്ഥ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതം നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് ഓരോ മതങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ഹാർഷായിട്ടുള്ള, വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ടെറിട്ടറികളിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന മതങ്ങൾക്ക് ആ മനുഷ്യരെ കൂടുതൽ സപ്രസ് ചെയ്ത് നിർത്തുക, അവരെ അടിച്ചമർത്തി നിർത്തുക, അവരെ അച്ചടക്കത്തിൽ നിർത്തുക എന്നുള്ളതായിരിക്കും അതിന്റെ പർപ്പസ്. അവിടെ മതം എന്ന് പറയുന്നത് വളരെ മർദ്ദന സ്വഭാവത്തിലുള്ള ഒരു നിയന്ത്രണ ശക്തിയാണ്. നേരെ തിരിച്ച് വളരെ സമൃദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ജിജ്ഞാസയുടെ ഉൽപ്പന്നമായിട്ടുണ്ടാവുന്ന ദർശനങ്ങൾക്ക് മനുഷ്യനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതല്ല, മനുഷ്യനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ദർശനങ്ങളുടെ ഏറ്റവും പിന്നിലുള്ള പ്രാമാണികമായിട്ടുള്ള ലക്ഷ്യം. ഹിന്ദുധർമ്മം ഉണ്ടായത് അങ്ങനെയാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ഈ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് ഒക്കെ പറയാറുണ്ട്, മതങ്ങൾ ഉണ്ടാവുന്നത് ഭയത്തിൽ നിന്നാണ്. മനുഷ്യന് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയാത്ത പ്രപഞ്ച ശക്തികളെ അതിനോടുള്ള മനുഷ്യന്റെ ഒരു വിധേയത്വത്തിൽ നിന്നാണ് മതങ്ങൾ ഉണ്ടാവുന്നത്. നേരെ തിരിച്ച് ഹിന്ദു മതം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സനാതന ധർമ്മം ഉണ്ടാവുന്നത് മനുഷ്യന്റെ ഭയത്തിൽ നിന്നല്ല, മനുഷ്യന്റെ ജിജ്ഞാസയിൽ നിന്നാണ്. അതോ ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് പറയാ. ഇതെന്താണ്, എന്തിനു വേണ്ടിയാണിത്, ഞാൻ എന്തിനുണ്ടായി, ഞാൻ എന്ന മനുഷ്യന്റെ ഈ ഭൂമിയിലെ നിയോഗം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരാളുടെ ശ്രമമാണ്, ഒരാളുടെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ അയാളുടെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആകാശ ദൈവത്തിന്റെ സിംഹാസനം അരക്കിട്ട് ഉറപ്പിക്കുക എന്നുള്ളതോ ആ ദൈവത്തിന്റെ ഈഗോയ്ക്ക് കീഴിലേക്ക് എല്ലാ മനുഷ്യരെയും വിധേയരാക്കി കൊണ്ടുവരിക എന്നുള്ളതോ ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമല്ല. ഹിന്ദുധർമ്മത്തിന്റെ ലക്ഷ്യം ഓരോ മനുഷ്യനെയും പൂർണ്ണമായിട്ട് ഇമാൻസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്.
എന്നുള്ളതാണ്. എങ്ങനെ ഇമാൻസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്? വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഇമാൻസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യാ വിദ്യാസാ വിമുക്തയെ എന്നാ പറയുന്നത്. വിദ്യ കൊണ്ട് നീ വിമുക്തനാവൂ എന്നുള്ളതാണ് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ദേശത്തെ, ഏതെങ്കിലും ഒരു പ്രദേശത്തെ, ഏതെങ്കിലും ഒരു വിശ്വാസഗതിയുടെ വക്താക്കളായിട്ടുള്ള ആളുകളോട് മാത്രമല്ല, ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക് സുഖം ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ഭാരതവർഷത്തിലെ മനുഷ്യർക്ക് മാത്രമല്ല, അതല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ വേദപ്രാമാണ്യത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രമല്ല, ലോകത്ത് മുഴുവനുള്ള മനുഷ്യർക്ക് സുഖം ഭവിക്കട്ടെ എന്നാ. ലോകം എന്നൊരു ദർശനം അവിടെയുണ്ട്. വസുധൈവ കുടുംബകം എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നാണ്. ഇപ്പോ എന്താണ് ഉപനിഷത്ത് വാക്യം ഉണ്ടല്ലോ, ശൃണ്വന്തു വിശ്വം അമൃതസ്യ പുത്ര എന്നാണ്. ലോകത്തിന്റെ മുഴുവൻ മനുഷ്യരെ നിങ്ങൾ കേൾക്കൂ, അമരത്വത്തിന്റെ സന്താനങ്ങളെ നിങ്ങൾ കേൾക്കുന്ന. ഏതെങ്കിലും ഒരു ദേശത്തുള്ള ആളോടല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറയാണ്, ഓ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി പ്ലീസ് ലിസൺ. അവര് മനുഷ്യരെ വിളിക്കുന്ന എന്താ നോക്കൂ, ആ ദർശനം എങ്ങനെയാ നോക്കൂ. പാപി എന്നല്ല വിളിച്ചത്, പതിതൻ എന്നല്ല വിളിച്ചത്, അടിമയെന്നല്ല വിളിച്ചത്, അമരത്വത്തിന്റെ സന്താനമേ എന്നാണ്, യു ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ് വിളിച്ചത്. അങ്ങനെ ഒരു ദർശനമാണ്, മനുഷ്യരോട് ഒന്നിച്ച് നിൽക്കാൻ പറയുന്ന ദർശനമാണ്. അയാള് നിന്റെ വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കാത്ത ആളാണ്, അതുകൊണ്ട് അയാളെ ഒന്നില്ലെങ്കിൽ നീ നിന്റെ കൂടെ ചേർക്കുക, അല്ലെങ്കിൽ അയാളെ അടിച്ചു കൊല്ലുക എന്നല്ല പറയുന്നത്. നമുക്കൊരേ മന്ത്രമാവട്ടെ, നമുക്കൊരേ സങ്കല്പമാവട്ടെ, നമുക്കൊരേ പ്രാർത്ഥനയാവട്ടെ, നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാനാവട്ടെ എന്നാണ്. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ മന്ത്രങ്ങളും അവസാനിക്കുന്നത് ശാന്തി എന്ന പ്രാർത്ഥനയിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം നോക്കൂ, സഹനാഭവതു സഹനവ് പുനക്തു എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സഞ്ചരിക്കുക, ഒന്നിച്ച് നിൽക്കുക എന്നാണ്. മാ വിദ്വിഷാവഹൈ, നമുക്കിടയിൽ വിദ്വേഷമില്ലാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ സംവാദ സൂക്തം എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഐക്യമത്യ സൂക്തം എടുത്തു നോക്കൂ. എങ്ങനെയാണ് മനുഷ്യർ ഒന്നിച്ചു നിൽക്കേണ്ടത് എന്നതിന്റെ ആവശ്യത്തെ പറ്റിയാണ് പറയുന്നത്. സമാനോ മന്ത്ര സമിതി സമാനി, സമാന മനസ്സാം എന്നാണ് പറയുന്നത്. ഒരേ മന്ത്രമാവട്ടെ, നമുക്ക് ഒരേ പ്രാർത്ഥനയാവട്ടെ എന്നാണ്. അങ്ങനെ സംഗച്ഛധ്വം സംവദത്വം സംഭോ മനാംസി ജാനത എന്നുള്ള ഒരു ഒരുമയുടെ സന്ദേശമാണ്. അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറയുന്ന സന്ദേശമാണ്. അങ്ങനെ ഒരു ധർമ്മം നിലനിൽക്കുന്നത് ഈ പറയുന്ന സെമിറ്റിക് മതസംഹിതകളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. കാരണം ഇവര് പറയുന്ന പ്രത്യയശാസ്ത്ര പ്രകാരം എന്താണ്, ഇടതുപക്ഷത്തിന്റെ സിദ്ധാന്തം ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടെ സെമിറ്റിക് എന്ന് പറയുന്നതിൽ കമ്മ്യൂണിസത്തെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം കമ്മ്യൂണിസം നിലനിൽക്കുന്നത് ഈ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലോകവീക്ഷണത്തിൽ നിന്നാണ്. അത് എപ്പോഴും ഒരു സംഘർഷത്തിന്റെ സാധ്യത കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ ഒപ്രസ്ഡ് ഒപ്രസർ എന്ന് പറയുന്ന ഒരു ബൈനറി എപ്പോഴും ഉണ്ട്. ചൂഷണം ചെയ്യുന്ന ഒരാള്, ചൂഷണത്തിന് വിധേയനാവുന്ന ഒരാള്. ഈ ലോകത്തിന്റെ ചരിത്രം തന്നെ നിരന്തരമായിട്ടുള്ള വർഗ സംഘർഷങ്ങളുടെ ഉൽപ്പന്നമാണ് എന്നുള്ളതാണ് മാർക്സിസ്റ്റ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറയുന്നത്. ഈ ലോകം നമ്മൾ ഇന്ന് കാണുന്ന പോലെ നിൽക്കുന്നതിന്റെ കാരണം ഒപ്പോസിങ് ഫോഴ്സസ് തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഘർഷമാണ് ലോകത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള താളം. അവിടെ എപ്പോഴും ചൂഷണം ചെയ്യുന്ന ഒരാളും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരാളും ഉണ്ട്. ഈ ചൂഷണം ചെയ്യപ്പെട്ട മനുഷ്യരെല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഇവർക്കെതിരെ തിരിഞ്ഞ് ഇവരെ അനിഹിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നല്ല, എന്തിനെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു സാങ്കല്പിക ശത്രു അവിടെ എപ്പോഴും ഉണ്ട്. ആ ശത്രുവിനെതിരെയുള്ള മുദ്രാവാക്യമായിട്ടാണ് ഈ ഒരുമിപ്പിക്കൽ പോലും അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, മനുഷ്യരെ ഒന്നാണ്, നിങ്ങൾ എല്ലാവരും ഒരേ ആളുകൾ തന്നെയാണ്, നിങ്ങൾക്കിടയിൽ യാതൊരു ഭേദഭാവവും ഇല്ല, നിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടവരും ഒരേ സങ്കല്പം പിന്തുടരുന്നവരും ഒരേ മന്ത്രം ജപിക്കേണ്ടവരും ഒരേ യാത്രയിൽ പോകേണ്ടവരുമാണ് എന്ന് പറയുന്ന ദർശനം ഇതിനെ ഡയറക്ട്ലി ഒപ്പോസ് ചെയ്യുന്ന ഒരു ദർശനമാണ്. നമ്മൾ ദ്രവീഡിയനിസം എടുത്തു നോക്കൂ. ദ്രവീഡിയനിസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്താണ്? 3 കാര്യങ്ങളാണ് ദ്രവീഡിയനിസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം. ഒന്ന്, ഹെയ്റ്റ് ഫോർ ബ്രാഹ്മിൻസ്, ബ്രാഹ്മണ വിരോധം. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദർശനം ബ്രാഹ്മണ വർഗത്തെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്? ദ്രവീഡിയൻ ഭാഷകളുടെയും ദ്രവീഡിയൻ ലാൻഡ്സ്കേപ്പിന്റെയും ഏകീകരണം എന്നുള്ളതാണ്. 3, ഈ നിലനിൽക്കുന്ന സോഷ്യൽ സ്ട്രക്ചറിനെ ഡെമോളിഷ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സോഷ്യൽ സ്ട്രക്ചറിനെ തകർക്കുക എന്ന് പറയുന്നത് ഈ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഇസ്ലാം എടുത്തു നോക്കൂ. ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുൻപേയുള്ള കാലഘട്ടത്തെ ജഹീലിയ എന്നാണ് വിളിക്കുന്നത്. പീരീഡ് ഓഫ് ഇഗ്നോറൻസ് ആണ്, പീരീഡ് ഓഫ് ഡാർക്ക്നെസ് ആണ്. ഇസ്ലാം വന്നതിന് ശേഷമാണ് മനുഷ്യ സമൂഹത്തിൽ എന്തുണ്ടാവുന്നത്? സംസ്കാരം ഉണ്ടാവുന്നത്, പുരോഗതി ഉണ്ടാവുന്നത്. അതിനു മുമ്പേയുള്ള മനുഷ്യരെല്ലാം അജ്ഞാനികളും ഇഗ്നോറന്റും ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനു മുമ്പേയുള്ള സംഗതികളെ മുഴുവൻ അവർ തകർത്ത് കളയുക ചെയ്തു. ഈവൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായിരുന്ന കാബ എന്ന് പറയുന്നത്
പല വിധത്തിലുള്ള ദേവതകളെ ആരാധിച്ചിരുന്ന സ്ഥലമാണ്. ഖുറേഷി ഗോത്ര ദൈവങ്ങളായിട്ടുള്ള ലാത്ത, മിനാത്ത എന്നൊക്കെ പറയുന്ന നിരവധി ദേവതകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. കമ്മ്യൂണിസം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കമ്മ്യൂണിസം ചെയ്യുന്നത് അതിന് മുൻപ് അവിടെ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ പൂർണ്ണമായിട്ട് നിഷ്കാസനം ചെയ്യാനാണ്. ഇയർ ഓഫ് സീറോ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. കംബോഡിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ, പോൾപോട്ടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ പുതിയ കലണ്ടർ ഇഷ്യൂ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് തൊട്ടിട്ടാണ് ശകവർഷം പോലെ പുതിയൊരു കലണ്ടർ ആരംഭിക്കുകയാണ്. അതിനു മുമ്പുള്ള പീരീഡ് എന്താണ്? പീരീഡ് ഓഫ് ഡാർക്ക്നെസ് ആണ്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ചെയ്ത് കൺഫ്യൂഷനിസം എന്ന് പറയുന്ന മതത്തിന്റെ ട്രേസസ് അവരുടെ കൾച്ചറിൽ നിന്ന്, അവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ കൾച്ചറൽ റവല്യൂഷൻ എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്നത്. എന്താണ് കൾച്ചറൽ റവല്യൂഷൻ? ലൈബ്രറികൾ തോറും കയറി ഇറങ്ങിയിട്ട് കൺഫ്യൂഷനിസം മതത്തിന്റെ എന്തെങ്കിലും സിദ്ധാന്തങ്ങൾ പറയുന്ന എന്തെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകമൊക്കെ ചുട്ടരിക്കുക. കൺഫ്യൂഷനിസം മതത്തിന്റെ ആചാര്യന്മാരെ മുഴുവൻ തെരുവിലേക്ക് ഇറക്കി ഒന്നല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുക, അല്ലെങ്കിൽ കൃഷിപ്പണിക്ക് പോകാൻ വേണ്ടി നിർബന്ധിതരാക്കുക. കാരണം കൺഫ്യൂഷനിസമാണ് ചൈനയെ തകർക്കുന്നത് എന്നൊരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് പ്രീ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ വിശ്വാസ സംഹിതയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യും. കമ്മ്യൂണിസം മുതൽ ആ ചരിത്രം ആരംഭിക്കുകയും ചെയ്യാന്ന് പറയാണ്. അപ്പോ അവിടെ നിൽക്കുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ പൂർണ്ണമായി തകർത്തിട്ടല്ലാണ്ട് ഇവരുദ്ദേശിക്കുന്ന പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കൽ സാധ്യമല്ല. ഇത് തന്നെയാണ് ദ്രവീഡിനിസവും പറയുന്നത്. ദ്രവീഡിനിസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് 3% മാത്രമുള്ള ബ്രാഹ്മണരാണ് എല്ലാ റിസോഴ്സസും കൈയടക്കി വെച്ചിരിക്കുന്നത്, 97% വരുന്ന ദ്രാവിഡ സമൂഹം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ദ്രാവിഡ സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെ ഇല്ല. ഇത് ഒരു വളരെ തെറ്റായിട്ടുള്ള നിർമ്മിതിയാണ്. ഇന്ത്യൻ സമൂഹത്തിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ, ഹിന്ദു മുസ്ലിം ചിത്രം ഉണ്ടാക്കാൻ, പ്രാദേശികമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ, വർഗപരമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷ് നിർമ്മിതിയുടെ ഉൽപ്പന്നമാണ് 1913 മാത്രം ആരംഭിക്കുന്ന ഈ പറയുന്ന ദ്രവീഡിയൻ മൂവ്മെന്റ്. അതായത് ഭാരതവർഷത്തിന്റെ ഒരു പ്രത്യേക ദേശത്ത് ജീവിക്കുന്ന ആളുകൾ മറ്റൊരു റേസ് ആണ്. ഇത് മറ്റേ ആര്യന്മാർ എന്ന് പറയുന്നത് വേറെ ഏതോ ദേശത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകൾ ഇവരെ അടിച്ചമർത്തി, ഇവരെ പിടിച്ചെടുത്ത് ഇവർക്ക് മേലെ അധിനിവേശം നടത്തിയതാണെന്ന് പറയുന്ന ചരിത്രപരമായി നിലനിൽപ്പില്ലാത്ത അക്കാഡമിഷ്യന്മാർ മുഴുവൻ തള്ളുന്ന ഒരു ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്ന ഒരു ഹോക്സ് തിയറി കൊണ്ടുവന്നിട്ടാണ് ഈ ദ്രവീഡിയൻ വാദം നിലനിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം മൈക്കൽ ഡാനിനോന്റെ ഇൻവേഷൻ ദാറ്റ് നെവർ വാസ്, അങ്ങനെയുള്ള ഒരുപാട് സ്കോളർലി ആയിട്ടുള്ള വർക്കുകൾ ഈ ആര്യൻ ഇൻവേഷൻ തിയറിനെ പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ അക്കാഡമീഷ്യൻസ് എല്ലാം ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തം ഇൻഡിജീനിയസ് ആര്യനിസം എന്ന് പറയുന്നതാണ്. അതായത് ആര്യന്മാരെന്ന് പറയുന്നത് പുറത്ത് ഏതെങ്കിലും ദേശത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളല്ല. ഈ പറയുന്ന ആര്യ സംസ്കൃതി ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇവിടെ നിന്നാണ് അത് പല ദേശങ്ങളിലേക്ക് വ്യാപിച്ചത് എന്നുള്ളതാണ്. ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലാണ് ഈ പറയുന്ന സംസ്കാരം ഉണ്ടാവുന്നത്, പല ദേശങ്ങളിലേക്ക് പോവാണ് എന്നുള്ളതാണ് ഇൻഡിജീനിയസ് ആര്യനിസത്തിന്റെ ബേസിസ്. കാരണം ഈ ആര്യൻ ഇൻവേഷൻ തിയറി ഉണ്ടാവുന്നതിനൊരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ അധിനിവേശത്തിന്, ബ്രിട്ടീഷ് അധിനിവേശത്തിന് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ന്യായീകരണം ചമയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം ഈ ഇസ്ലാമിക അധിനിവേശങ്ങളെല്ലാം ശക്തി കൊണ്ട് നടത്തിയിട്ടുള്ള അധിനിവേശങ്ങളാണ്, ബൈ ഫോഴ്സ് ആണ്, ബ്രൂട്ട് മിലിറ്ററി ഫോഴ്സ് കൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ കായികമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഒരു ജനതയെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും പൂർണ്ണമായി സാധിക്കില്ല. കാരണം എപ്പോഴും അവിടെ തിരിച്ചടികൾ ഉണ്ടാവും, അവിടെ എപ്പോഴും പ്രതിരോധം ഉണ്ടാവും. ഇന്ത്യയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാത്ത ഒരു പീരീഡും ഇസ്ലാമിക് അധിനിവേശത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇല്ല. അത് 12, 13 നൂറ്റാണ്ടുകളിൽ തന്നെ. ഇപ്പൊ വിജയനഗര സാമ്രാജ്യം, ഹരിഹരനും ബുക്കരായനും കൂടിയിട്ടുള്ള സംഘം ഡൈനാസ്റ്റി 13th സെഞ്ചുറിയിലാണ് ഉണ്ടാവുന്നത്. 14ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉടനീളം രജപുത്രന്മാരുടെ നേതൃത്വത്തിൽ റെസിസ്റ്റൻസുകൾ ഉണ്ട്. 15ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും മറാത്ത സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായി വരുന്നുണ്ട്. 16ാം നൂറ്റാണ്ടായപ്പോഴേക്കും മുഗൾ ഭരണത്തിന്റെ വലിയൊരു സ്ട്രെച്ച് ഭൂമി പിടിച്ചെടുക്കാൻ മറാത്തകൾക്ക് സാധിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. നേരെ തിരിച്ച് അങ്ങനെ ഒരു കായികമായിട്ടുള്ള ശക്തി കൊണ്ട് ഉണ്ടായിട്ടുള്ള അധിനിവേശമല്ല യൂറോപ്യൻ അധിനിവേശം. അത് കുറെ കൂടി മാനസികമായിട്ടുള്ള അധിനിവേശമാണ്. അത് ഒരു ജനതയെ, നിങ്ങളെ ഭരിക്കാൻ നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഭരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നൊരു ബോധം അവരിലേക്ക് കടത്തി വിട്ടുകൊണ്ടാണ് ഉണ്ടാവുന്നത്. നോക്കൂ, എത്ര ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലേക്ക് വന്നത്? എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2000-3000 ബ്രിട്ടീഷുകാരായിരിക്കും ഇന്ത്യയിൽ വന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയാണ് ഇവർ ഭരിക്കുന്നത്. ഇത്ര പോകുന്നൊരു പാപ്പാൻ ഈ നീളത്തിലുള്ള ഒരു തോട്ടി കൊണ്ട് ആനയെ മെരുക്കി നിർത്തുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അത് ആനയ്ക്ക് മേലെ കായികമായിട്ടുള്ള ശക്തി പാപ്പാൻ ഉള്ളത് കൊണ്ടല്ല സംഭവിക്കുന്നത്, ആനയ്ക്ക് മേലെ മാനസികമായിട്ടുള്ള ആധിപത്യം ഇയാൾക്ക് ഉള്ളത് കൊണ്ടാണ്. ഇയാളുടെ കയ്യിലുള്ള ആയുധത്തിന്റെ ശക്തി എത്രയാണെന്ന് ആനയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്വന്തം ശക്തി എന്താണെന്ന് ആനയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു ജനതയെ മാനസികമായിട്ട് കീഴ്പ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ അഭിമാനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശിലകളെ മുഴുവൻ തകർക്കണം.
ഭാരതീയന്റെ അഭിമാനം എന്താണ്? ഭാരതീയന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള സമൂഹമാണ് ഞങ്ങള്. ഈ പറയുന്ന സായിപ്പിന്റെ ഒക്കെ പൂർവികന്മാര് കൂർത്ത കല്ലുകളുമായിട്ട് മാനിന്റെയും മുയലിന്റെയും പുറകെ ഓടി നടന്നിരുന്ന കാലഘട്ടത്തില് മഹാനഗര പദ്ധതികളും വലിയ സർവകലാശാലകളും, നളന്ദയിലും തക്ഷശിലയിലും ഒക്കെ വലിയ സർവകലാശാലകൾ ഉണ്ടാക്കിയിട്ടുള്ള സംസ്കാരമാണ് ഞങ്ങളുടേത്. ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നിട്ടുള്ള ആളുകളാണ്, വേദത്തെ സൃഷ്ടിച്ച സമൂഹമാണ് ഞങ്ങള് എന്നുള്ളതാണ്. അപ്പോ ഇത് നിങ്ങളുടേതല്ല എന്ന് പറയണം. ഈ പറയുന്ന നിങ്ങൾ അഭിമാനത്തോടെ കൊണ്ട് നടക്കുന്ന വേദങ്ങളാവട്ടെ, ഇതിഹാസങ്ങളാവട്ടെ, ഇതൊന്നും നിങ്ങളുടേതല്ല. ഇതൊക്കെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കാലിമേച്ച് വന്നിട്ടുള്ള ഏതോ ആര്യന്മാര് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. അതാണ് നിങ്ങൾ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒന്നവന്റെ അഭിമാന ബോധത്തെ ഇല്ലാണ്ടാക്കുന്നു, രണ്ട് അധിനിവേശത്തിന് ഒരു ന്യായീകരണം ഉണ്ടാവുന്നു. കാരണം ഞങ്ങളുടെ അധിനിവേശത്തെ നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ല. അധിനിവേശം ലോകത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മുന്നേയും അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട്. ആര്യന്മാര് വന്നപ്പോൾ നിങ്ങൾ സ്വീകരിച്ചില്ലേ, ഞങ്ങൾ കുറച്ച് വൈകി വന്നു എന്ന വ്യത്യാസമല്ലേ ഉള്ളൂ എന്നതുകൊണ്ട് ഇൻവേഷന് ഒരു സൈദ്ധാന്തിക ന്യായീകരണം ഉണ്ടാവുന്നു. നിങ്ങൾ നോക്കൂ, മാക്സ് മുള്ളറെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ശരിക്കും ഈ ദ്രാവിഡിയൻ മൂവ്മെന്റ്. ഈ ജാതി എന്ന് പറയുന്ന സംഗതിയെ പോലും ഇന്ത്യക്കുള്ളിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന നയം നടപ്പാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വളരെ ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്തുള്ള ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ജാതി എന്ന് പറയുന്ന സംഗതിക്ക് ഹിന്ദു ധർമ്മത്തിന്റെ ടെക്ച്വൽ സാങ്ഷൻ ഒന്നും ഇല്ല. ജാതി എന്ന വാക്ക് പോലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ അല്ല, അത് മറ്റൊരു ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ വർണ്ണം എന്ന് പറയുന്ന സങ്കല്പം മാത്രമേ ഉള്ളൂ. വർണ്ണമാവട്ടെ ജന്മം കൊണ്ട് ഉണ്ടാവുന്ന സംഗതിയല്ല. നേരെ തിരിച്ച് 1871 മുതൽ തുടങ്ങുന്ന ബ്രിട്ടീഷ് സെൻസസിലൂടെയാണ് കാസ്റ്റിനെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റെക്കോർഡാക്കി മാറ്റുന്നത്. ഒരാൾക്ക് ഒരു കാസ്റ്റ് അസൈൻ ചെയ്യുകയും അയാൾക്ക് ആ കാസ്റ്റിൽ നിന്ന് പിന്നീട് മാറാൻ സാധിക്കാത്ത വണ്ണം അത് അയാളുടെ സർനെയിം ആക്കി മാറ്റുകയും ചെയ്യുന്ന സിസ്റ്റം 1871 ബ്രിട്ടീഷ് കാസ്റ്റ് സെൻസസ് കൊണ്ടാണ് തുടങ്ങുന്നത്. 1901 ഉണ്ടാവുന്ന 1901 ഉണ്ടാവുന്ന ഫസ്റ്റ് കന്യാകുമാരിയിലാണ് ഒരാൾക്ക് ജന്മജാതി അസൈൻ ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. ഇതിനെ തുടർന്ന് അങ്ങോട്ട്, അതായത് റിവോൾട്ട് ഓഫ് 1857 കഴിഞ്ഞപ്പോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യാൻ ഇന്ത്യക്കാർ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കണ്ടപ്പോ ഇവരെ ഡിവൈഡ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാട് ബ്രിട്ടൻ ഉണ്ടായി. അതുകൊണ്ടാണ് 1857 റിവോൾട്ട് കഴിഞ്ഞപ്പോൾ 1858 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവിടെ കൊണ്ട് അവസാനിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വന്നു. 1860 ആയപ്പോഴേക്കും വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിനിയായിട്ട് അവരോധിച്ചു. പിന്നീട് അങ്ങോട്ടാണ് ഇന്ത്യയിലെ പീനൽ നിയമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ ഉണ്ടായ സമയം നമ്മൾ നോക്കിയാൽ മതി. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാവുന്നത് 1860 CRPC ഉണ്ടാവുന്നത് 1861 പറയുന്ന എവിഡൻസ് ആക്ട് ഉണ്ടാവുന്നത് 1872 അങ്ങനെ ഇന്ത്യയെ നേരിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. അതിനൊപ്പം തന്നെ ഇന്ത്യയെ ഉള്ളിൽ നിന്ന് വീക്കൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് നിർമ്മിതിയാണ് 1913 ഉണ്ടാവുന്ന ഈ ദ്രവീഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്ന സാധനം. ഈ ദ്രവീഡിയൻ മൂവ്മെന്റും ഇതേ സെമിറ്റിക് ഹെയ്റ്റിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. ആരോടെങ്കിലുമുള്ള വിരോധം കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യണമെന്നും സോഷ്യൽ സ്ട്രക്ചറിനെ മൊത്തത്തിൽ ഉടച്ചു വാർക്കണമെന്നും പുതിയൊരു സിസ്റ്റം തുടങ്ങണമെന്നുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ധർമ്മം, ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആന്റി സ്റ്റേറ്റ് വ്യവസ്ഥിതിയോടുള്ള കലഹം നോക്കൂ, ഇതിലൊരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു വശമുണ്ട്. നോക്കൂ, ഇതിനൊരു പശ്ചാത്തലമുണ്ട്. എന്താണ് നമ്മുടെ ഭാരതീയ ദാർശനികതയും ഈ പറയുന്ന ഇടതുപക്ഷ ദാർശനികതയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പറയുന്ന ഒരു സാമൂഹിക വിപ്ലവവും നമ്മുടെ ഭാരതീയമായിട്ടുള്ള സാമൂഹിക വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതിയിൽ ഊന്നി നിൽക്കുന്ന സംഘടനകളും ഇടത് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ പരമേശ്വർജി പറഞ്ഞിരുന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള വ്യത്യാസം, ഇടതുപക്ഷത്തിന്റെ സംഘടനകളെല്ലാം സമര സംഘടനകളാണെങ്കിൽ നമ്മൾ സർഗ സംഘടനകളാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രത്യയശാസ്ത്ര സമരമാണ്. കാരണം അവിടുത്തെ ബൈനറി ഇൻഡിവിജ്വൽ വേഴ്സസ് ദ സ്റ്റേറ്റ് എന്നാണ്. വ്യക്തി ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആ വ്യക്തിയെ അടിച്ചമർത്തുന്ന, വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന, വ്യക്തിക്ക് മേലെ തന്റെ അധികാര പ്രമത്തത ഉറപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതി അവിടെ നിൽക്കുന്നു. വ്യവസ്ഥിതി പൗരന് എതിരായി നിൽക്കുന്ന സാധനമാണ്. അപ്പോ പൗരന് എന്ത് വേണം? പൗരന്റെ അവകാശങ്ങൾ കിട്ടണമെങ്കിൽ പൗരൻ എന്ത് ചെയ്യണം? വ്യവസ്ഥിതിയോട് കലഹിക്കണം, നിരന്തരമായിട്ട് വ്യവസ്ഥിതിയോട് സമരം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ കൾച്ചറൽ മാർക്സിസത്തിൽ 3 Rs എന്ന് പറയുന്ന സങ്കല്പമുള്ളത്. റെസിസ്റ്റ്, റിജക്ട്, റിബൽ. നിരന്തരമായിട്ട് റെസിസ്റ്റ് ചെയ്യുക, നിരന്തരമായിട്ട് റിജക്ട് ചെയ്യുക, നിരന്തരമായിട്ട് റിബൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവർ പറയുന്നത് സ്റ്റേറ്റ് ഷാൾ വിതറവേ എന്നുള്ളതാണ് മാർക്സിന്റെ സിദ്ധാന്തം. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർന്ന് തരിപ്പണമായി പോകണം, അപ്പോഴേ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഇവരുടെ എല്ലാ ആശയങ്ങളും നിങ്ങൾ ഇവർ പ്രസംഗിക്കുന്നത് കേട്ടാൽ മതി. സമൂഹം മൊത്തത്തിൽ മാറണം, ഈ വ്യവസ്ഥിതി ശരിയല്ല, ഈ വ്യവസ്ഥിതി മൊത്തത്തിൽ മാറേണ്ടതുണ്ട്, വലിയൊരു സാമൂഹിക പരിവർത്തനം, സാമൂഹിക പരിഷ്കരണം ഇവിടെ ആവശ്യമുണ്ടെന്നൊക്കെ പറയും. അവിടെ വ്യക്തിക്ക് യാതൊരു ബാധ്യതയില്ല. ആരാ മാറേണ്ടത്? സമൂഹം മൊത്തത്തിലാണ് മാറേണ്ടത്. എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് മുഴുവൻ കുഴപ്പമാണെന്നാണ് അത് പറയുന്നത്. ഞാൻ പണ്ട് ശബരിമലയിൽ പോയപ്പോ അവിടെ ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ട്. ഒരാള് ശബരിമലയിൽ കൂട്ടം തെറ്റി പോയപ്പോ അനൗൺസ് ചെയ്യാണ്,
എന്താണ് പൊന്നാനി അല്ല എന്താണ് കോട്ടയം ഇന്ന ദേശത്തു നിന്ന് വന്നിട്ടുള്ള 69 സ്വാമിമാർ കൂട്ടം തെറ്റി പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ മൈക്ക് സ്റ്റാൻഡിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ 70 പേരാണ് വന്നത്. ഇയാള് കൂട്ടം തെറ്റി പോയി. ഇയാൾ അനൗൺസ് ചെയ്യുന്നത് 69 പേര് കൂട്ടം തെറ്റി പോയി. ഞാൻ കറക്റ്റ് സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. 69 ആളുകളും എങ്ങനെയെങ്കിലും എന്റെ അടുത്തേക്ക് വരണം എന്നാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ സിദ്ധാന്തം. വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല, ഈ വ്യവസ്ഥിതിയാണ് മൊത്തത്തിൽ കുഴപ്പം. വ്യവസ്ഥിതി മൊത്തത്തിൽ മാറട്ടെ, അപ്പൊ ഞാനും നന്നായിക്കോളാം എന്നുള്ളതാണ്. അവിടെ വ്യക്തിയുടെ മേലെ യാതൊരു ബാധ്യതയില്ല. നേരെ തിരിച്ച് നമ്മുടെ ദർശനത്തിൽ നമ്മൾ വ്യവസ്ഥിതിയോട് കലഹിക്കുന്ന ആളുകളല്ല, നമ്മൾ വ്യവസ്ഥിതിയോട് സമരം ചെയ്യുന്ന ആളുകളല്ല. നമ്മൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ വ്യവസ്ഥിതി നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെ തകർത്ത് കളയാതെ തരിപ്പണമാക്കുക എന്നുള്ളതുമല്ല, അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നിന്നുകൊണ്ട് അതിനെ പരിഷ്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് സർഗ സംഘടനകളും സമര സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം. അവിടെ മാറ്റത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബാധ്യത വ്യക്തിക്ക് മേലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മാൻ മേക്കിംഗ് മിഷനെ പറ്റിയിട്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. അതല്ലെങ്കിൽ RSSന്റെ ശാഖകളിൽ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നു. ഇവിടെ എല്ലാം ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? ഒരു വ്യക്തിയുടെ പരിവർത്തനത്തിലാണ്. ഗാന്ധി പോലും പറയുന്നുണ്ട്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ. നിങ്ങൾക്ക് ലോകത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ സ്വയമായി മാറുക, അതല്ലാണ്ട് മറ്റുള്ളവരൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ദർശനം എന്താണ്? വ്യക്തി എന്ന് പറയുന്ന ആളിൽ ഏതെങ്കിലും നിലയിലുള്ള പരിവർത്തനത്തെ ഉദ്ദേശിക്കുന്നില്ല. ഈ വ്യവസ്ഥിതിയെ ഒരു തിന്മയായി, വ്യവസ്ഥിതിയെ ഒരു ചൂഷണ സംവിധാനമാക്കി അവതരിപ്പിക്കുകയും ഇതിനെതിരെ നിരന്തരമായി കലഹം നടത്താൻ, ഇതിനെതിരെ നിരന്തരമായി സംഘർഷം നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഗീയതയാണ് അടിസ്ഥാനപരമായിട്ട് ഇടത് പ്രത്യയശാസ്ത്രം. മനുഷ്യരെ, സമാധാനപരമായിട്ടൊരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ 2 വർഗങ്ങളായിട്ട് വർഗീകരിച്ചുകൊണ്ട്, തൊഴിലാളി വർഗം അല്ലെങ്കിൽ മുതലാളി വർഗം, അല്ലെങ്കിൽ വെളുത്തവർ കറുത്തവർ, സവർണർ അവർണർ, ആണ് പെണ്ണ്, ഇങ്ങനെ ഹിന്ദു മുസ്ലിം, ഇങ്ങനെയുള്ള ഒരു ബൈനറി ക്രിയേഷൻ അവിടെ ആദ്യമേ നടത്തുന്നുണ്ട്. ഒപ്രസർ ഒപ്രസ്ഡ് എന്ന ബൈനറി. ഈ സാധനത്തിലൂടെ ഇവർക്കിടയിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എന്താണ് ഒരു സാമൂഹിക ക്രമത്തിൽ ടോട്ടൽ അനാർക്കി അഴിച്ചുവിട്ടുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ ആദ്യം തൊട്ട് ആരംഭിക്കുക എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള ദർശനം. ഈ ദർശനത്തെ റെസിസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന, വ്യക്തിയുടെ ബാധ്യതയിൽ ഊന്നി നിൽക്കുന്ന, കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസിനെ സംരക്ഷിക്കുന്ന ഒരു ധർമ്മമാണ്. യഥാർത്ഥത്തിൽ ധർമ്മം എന്നുള്ള വാക്കിന്റെ അടിസ്ഥാനം പോലും എന്താണ്? കടമ എന്നുള്ളതാണ്, ചുമതലാബോധം എന്നുള്ളതാണ്. അവിടെ വ്യക്തിക്ക് അയാളുടെ അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങളെക്കാൾ കൂടുതൽ വ്യക്തിക്ക് തന്റെ കടമകളിലും തന്റെ ഉത്തരവാദിത്വങ്ങളിലുമാണ് കൂടുതലുള്ളത്. നമുക്ക് ഈ ലൗകിക ജീവിതത്തിന്റെ സുഖസുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ നുകരാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ടല്ല നമ്മൾ ധർമ്മത്തിൽ നമ്മൾ ഒരു ജന്മത്തെ കാണുന്നത്. പിന്നെയോ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള നമ്മുടെ ബാധ്യതകളും നമ്മുടെ ദൗത്യങ്ങളും നിർവഹിച്ചതിന് ശേഷം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് സ്വയം എലിവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ്. നമ്മൾ മോക്ഷമാണല്ലോ അടിസ്ഥാനമായിട്ടുള്ള സങ്കല്പമായിട്ട് ഉദ്ദേശിക്കുന്നത്. മോക്ഷം എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ജനന മരണങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചാക്രികാവർത്തനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇനി ജനിക്കേണ്ടതില്ലെന്നുള്ളൊരു അവസ്ഥ പ്രാപിക്കുകയാണ്. വിഷ്ണുപാദത്തിൽ ലയിക്കുക, സദ്ഗതി പ്രാപിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അത് ചെയ്യുന്നത് നമ്മുടെ ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട്, കർമ്മങ്ങൾ നിർവഹിക്കുന്നത് മമത്വബോധമില്ലാതെ, മമതാബന്ധമില്ലാതെ, കാമമില്ലാതെ ചെയ്യുകയാണ്. നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതിലാണ്. ഇവിടെ വ്യക്തിയുടെ അവകാശത്തിനല്ല അവിടെയുള്ള ഊന്നല്, അവിടെ വ്യക്തിയുടെ മോക്ഷത്തിനാണ്, മുക്തിക്കാണ്, ലിബറേഷനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ദൗത്യങ്ങളിലാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത്തരത്തിലൊരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നത് ഇവരുടെ ഈ പറയുന്ന എന്താ പറയുക, ഈ ലോകക്രമം സൃഷ്ടിക്കുന്നതിന് വലിയൊരു തടസ്സമാണ്. ഇത് വലിയൊരു പ്രതിരോധമായിട്ട്, വലിയൊരു ഒരു പ്രതിബന്ധമായിട്ട് ഇവർക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ദർശനത്തിന് ശക്തി കിട്ടണമെങ്കിൽ, അത് ഇസ്ലാം ആവട്ടെ, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ആവട്ടെ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, അതല്ലെങ്കിൽ ദ്രവീഡിയൻ ആവട്ടെ, ഈ പറയുന്ന സെമിറ്റിക് ചട്ടക്കൂടി നിൽക്കുന്ന ഏത് ദർശനത്തിനും ശക്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇവിടെ നിലനിൽക്കുന്ന സനാതന ധർമ്മത്തിന്റെ അടിത്തറയെ തകർത്തുകൊണ്ടല്ലാണ്ട് അത് സാധിക്കില്ല. പക്ഷെ അത് തകർക്കാൻ സാധിക്കുന്നില്ല, ഇല്ല എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ദുഃഖകരമായിട്ടുള്ള വസ്തുത. കാരണം ഇത് സനാതന ധർമ്മമാണ്. ഇത് ആരംഭമോ അവസാനമോ ഇല്ലാത്ത, എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ള അകാലികമായിട്ടുള്ള, അനശ്വരമായിട്ടുള്ള, സനാതനമായിട്ടുള്ള ധർമ്മമാണ്. ഇതിനോട് പോരടിക്കുന്ന ആളുകൾ എല്ലാവരും അവരുടെ കാലത്തിന് ശേഷവും ഈ ധർമ്മം നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അനുഭവം തെളിയിക്കുക. നന്ദി ശങ്കുജി. സനാതന ധർമ്മത്തിനെതിരെ സ്ഥിരം ഉന്നയിക്കാറുള്ള ചില പ്രശ്നങ്ങളും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത് നമുക്കൊന്ന് പൂർണ്ണമാവുള്ളൂ. ഒരുപക്ഷെ ഏറ്റവും അധികം വിവാദങ്ങൾ സൃഷ്ടിച്ചുള്ളത് ഈ പറഞ്ഞ ജാതി വർണ്ണ പദ്ധതിയാണ്, ജാതി വ്യവസ്ഥയാണ്.
അപ്പൊ ആദ്യം ഒന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഇത് വേദാഷ്ഠിതമായതാണോ? ആദ്യത്തെ ഒരു ചോദ്യം. രണ്ടാമത്, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിസ്റ്റും മാർക്സിസ്റ്റും സ്ഥിരമായി ഉന്നയിക്കാറുള്ള ഒരു കാര്യമാണല്ലോ ബ്രാഹ്മണിക്കൽ ഹെജമണി. അപ്പോൾ കേരളത്തിൽ എന്തായിരുന്നു ശരിക്കുള്ള അന്നത്തെ ഒരു അവസ്ഥ? ഈ പറഞ്ഞ പോലെ നമ്പൂതിരിമാർ അല്ലെങ്കിൽ മേൽജാതി ആൾക്കാർ ഇങ്ങനെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്തായിരുന്നു അതിന്റെ സത്യാവസ്ഥ? അതെങ്ങനെയാണ് നമ്മൾ അതിന് പുറത്തു വന്നത്? അതും കൂടി ഒന്ന് വിശദീകരിക്കാമോ? യെസ്, നോക്കൂ, അതിലൊരു പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു ഒരു ഒരു അലിഗറിയാണ്. അതായത് ഒരു ചങ്ങലയുടെ ആകെ ബലം എത്രയാണ് എന്നൊരു ചോദ്യമുണ്ട്. പൊതുവിൽ ആളുകൾ വിശ്വസിക്കുന്നത് ഒരു ചങ്ങലയുടെ ആകെ ബലം എന്ന് പറയുന്നത് അതിലുള്ള ഓരോ കണ്ണിയുടെയും ബലത്തിന്റെ ആകെ തുകയാണ് എന്നുള്ളതാണ്. 50 കണ്ണികൾ ചേർത്തിട്ട് ഒരു ചങ്ങല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഓരോ കണ്ണിയുടെയും ബലത്തിന്റെ ആകെ തുകയായിരിക്കും എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ചങ്ങലയുടെ ആകെ ബലം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള കണ്ണിയുടെ ബലമാണ്. ആ ദുർബലമായിട്ടുള്ള കണ്ണിയെ പൊട്ടിക്കാൻ എത്ര ബലം ആവശ്യമുണ്ടോ അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചങ്ങല പൊട്ടും. ആ പോയിന്റിൽ വെച്ചിട്ട് അത് പൊട്ടും എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു ധർമ്മത്തെ തകർക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നിരവധിയായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ചരിത്രത്തിലുടനീളം നടന്നിട്ടുണ്ട്. നമ്മുടേതൊരു സിവിലൈസേഷണൽ വാറിന്റെ ഒരു വർഗ സംഘർഷങ്ങളുടെ ചരിത്രമല്ല, സാംസ്കാരിക സംഘർഷങ്ങളുടെ ചരിത്രമാണ് ഭാരതത്തിന്റെ ആകെ ചരിത്രം എന്ന് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു അനശ്വരമായിട്ടുള്ള ഒരു ധർമ്മം ഇവിടെ നിൽക്കുകയും അതിനെ തകർക്കാൻ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ശക്തികളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളും അവയുടെ പരാജയങ്ങളുമാണ്, ധർമ്മത്തിന്റെ വിജയവും അധർമ്മത്തിന്റെ പതനവുമാണ് ഇന്ത്യയുടെ ആകെ സന്ദേശത്തെ നമ്മൾ ഒറ്റവാക്കിലേക്ക് ചുരുക്കിയാലുള്ളത്. അപ്പൊ ഇതിനെ തകർക്കാനുള്ള നിരവധിയായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷെ മറ്റേതെങ്കിലും ഒരു ധർമ്മത്തെ ആക്രമിക്കുന്നത് പോലെ ഹിന്ദു ധർമ്മത്തെ ആക്രമിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു ധർമ്മത്തിന്റെ അനവധ്യതയാണ്, ഇതിന്റെ വിവിധതയാണ്, ഇതിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് അതിന്റെ സൗന്ദര്യം മാത്രമല്ല, ഇത് അതിന്റെ പ്രതിരോധ സംവിധാനവും കൂടിയാണ്. ഹിന്ദു ധർമ്മത്തിലെ ബഹുസ്വരത എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. കാരണം നോക്കൂ, നിങ്ങൾക്കൊരു സെമിറ്റിക് മതത്തെ അതിന്റെ ഫിലോസഫിക്കലി തകർക്കണമെങ്കിൽ, ആ റിലീജിയനെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷനെ തകർത്താൽ മതി. ഈ പറയുന്ന ഗോഡിനെയോ അല്ലെങ്കിൽ ഇതിന്റെ ടെക്സ്റ്റിനെയോ ഇതിന്റെ പ്രൊഫറ്റിനെയോ തകർത്തു കഴിഞ്ഞാൽ ഈ റിലീജിയൻ ഇവിടെ നിലനിൽപ്പില്ല. ഹെഡ് ഓൺ ആയിട്ട് നമുക്കതിനെ ഇല്ലാണ്ടിയാക്കാൻ സാധിക്കും. ഇപ്പോ ഒരു പ്രൊഫറ്റിനെ നമ്മൾ എടുത്തിട്ട് ആ പ്രൊഫറ്റ് ഒരു മാതൃകാപരമായിട്ടുള്ള ജീവിതമല്ല നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മതസംഹിത ഒരു എന്താ പറയുക പിന്തുടരാൻ യോഗ്യമായിട്ടുള്ള ഒരു മതസംഹിതയെല്ലാം നമുക്ക് തെളിയിക്കാൻ കഴിയും. ആ വ്യക്തിയുടെ ജീവിതത്തെ മാത്രം നമ്മളവിടെ വിമർശന വിധേയമാക്കിയാൽ മതി. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ധർമ്മങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ ആക്രമണം കൊണ്ട് വല്ലാതെ നിലംപരിശായി നിൽക്കുന്ന, വലിയ പരിക്കേറ്റ് നിൽക്കുന്ന ധർമ്മങ്ങളുണ്ട്. ഇതിനെ വെളുപ്പിച്ചെടുക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ടെക്സ്റ്റിനെ ആക്രമിച്ചാൽ മതി. ഇത് എന്താണ്, ദൈവത്തിന്റെ സ്വന്തം വാക്കുകളാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എന്താണ്, ഇൻവയലബിൾ ആയിട്ടുള്ള, ഇൻആൾട്ടറബിൾ ആയിട്ടുള്ള, അനന്തകാലത്തേക്ക് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട തത്വശാസ്ത്രമാണെന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ടല്ലോ. ആ ഗ്രന്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സംഭവം പോയി. കാരണം ദൈവത്തിന്റെ വാക്കാണെങ്കിൽ, യഥാർത്ഥത്തിൽ എന്റെ ഒരു വിശ്വാസപ്രകാരം ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്ന ഒരേ ഒരു വാണി ഭഗവത്ഗീതയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള, ബാക്കി എല്ലായിടത്തും ഇടനിലക്കാരുണ്ട്. പോട്ടെ, എന്നാലും ഇതിന് എന്താണ് സ്പോക്കൺ ഗോസ്പൽ ട്രൂത്ത് ആണ്, ഇത് ദൈവത്തിന്റെ വാണി തന്നെയാണ് എന്നെടുത്താൽ അതിലെ ഏതെങ്കിലും ഒരു സിദ്ധാന്തം തെറ്റാണ്, അതിൽ പറയുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള വാചകം തെറ്റാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മത്തിന് നിലനിൽപ്പില്ല. അതല്ലെങ്കിൽ ഈ ദൈവ സങ്കല്പത്തെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇത് തകർന്നു. നേരെ തിരിച്ച് ഹിന്ദു ധർമ്മത്തിന്റെ കാര്യത്തിൽ ഇത് 1000 തലകളുള്ള അനന്തനെ പോലെ എതിരാളികളെ മുഴുവൻ വിസ്മയിപ്പിച്ച് നിൽക്കുകയാണ്. ഇതിൽ ഏത് തലയിൽ അടിച്ചാലാണ് ഇതില്ലാണ്ടാവുമെന്ന് അറിയുന്നില്ല. കാരണം നിങ്ങൾ ഇതിലെ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ, ഒരു മനുഷ്യായുസ് മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥം ഇല്ലാണ്ട് ഈ ധർമ്മത്തിന് നിലനിൽക്കാൻ കഴിയും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ദേവതാ സങ്കല്പത്തെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തു കഴിഞ്ഞാൽ ആ ദേവത ഇല്ലാണ്ടിയും ഒരാൾക്ക് ഹിന്ദുവായിട്ട് നിൽക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രവാചകനെയോ ഏതെങ്കിലും ഒരു ഗുരുവിനെയോ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ ഗുരു ഇല്ലാണ്ടിയും ഒരാൾക്ക് ഹിന്ദുവായിട്ട് നിൽക്കാൻ കഴിയും. അപ്പൊ എന്താ വെച്ചാൽ ഇത് ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് അല്ലാത്ത, ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിൽ ഡിപ്പെൻഡന്റ് അല്ലാത്ത, ഏതെങ്കിലും ഒരു സ്ഥാപകനിൽ ഡിപ്പെൻഡന്റ് അല്ലാത്ത ഒരു മതമായതുകൊണ്ട്, അതുകൊണ്ടാണ് മറ്റുള്ള എല്ലാ സംസ്കാരങ്ങളും തകർന്നപ്പോൾ ഹിന്ദു സംസ്കാരം മാത്രം തകരാതിരുന്നത്. നിരന്തരമായിട്ടുള്ള അധിനിവേശങ്ങൾ, ഏതാണ്ട് 500 വർഷത്തെ ഇസ്ലാമിക അധിനിവേശവും ഏതാണ്ട് 200 വർഷത്തെ ക്രിസ്ത്യൻ അധിനിവേശവും ഒക്കെ നടന്നിട്ടും ലോകത്തുള്ള മറ്റ് ദേശങ്ങളിലുള്ള സംസ്കാരങ്ങളെല്ലാം മണ്ണടിഞ്ഞു പോയിട്ടും ഹിന്ദു ധർമ്മം ഇവിടെ നിലനിന്ന് എന്താ വെച്ചാൽ ഇതിന്റെ വിവിധത കൊണ്ടാണ്, ഇതിന്റെ വൈവിധ്യ സ്വഭാവം കൊണ്ടാണ്. ഈ ഒരു അനുഭവം പറയാറുണ്ട്, ഐറിഷ് പൊട്ടാറ്റോ ഫാമിൻ കേട്ടിട്ടുണ്ടോ? അയർലൻഡിൽ പണ്ട് വലിയൊരു
അയർലാൻഡിലെ ആളുകളുടെ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ 80% ആളുകൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം പൊട്ടാറ്റോ ആണ്, ഉരുളക്കിഴങ്ങാണ്. അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വൈറസിന്റെ ആക്രമണം, ഒരു ബാക്ടീരിയയുടെ ഒരു വൈറസിന്റെ എന്തോ ഒരു ആക്രമണം കാരണം അവിടുത്തെ പൊട്ടാറ്റോസ് മുഴുവൻ നശിച്ചുപോയി. അപ്പൊ അയർലൻഡിൽ ഒരേ തരത്തിലുള്ള പൊട്ടാറ്റോ ആണ്, ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരേ തരത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എല്ലായിടത്തും ഉണ്ടാക്കിയത്. ഒരേ പെസ്റ്റിനെ കൊണ്ട് ഈ പറയുന്ന എല്ലാ കൃഷിയും നശിച്ചുപോയി. അങ്ങനെ അയർലൻഡിൽ വലിയ ഫാമിൻ ഉണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. പക്ഷെ ലോകം മുഴുവൻ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഈ ക്രോപ്പ് ഡൈവേഴ്സിറ്റിയുടെ ആവശ്യത്തെ പറ്റി ബോധ്യപ്പെട്ടത് ഈ ഐറിഷ് പൊട്ടറ്റോ ഫാമിൻ എന്നുള്ള അനുഭവം മുൻനിർത്തിക്കൊണ്ടാണ്. ഈ സംഭവം ഹിന്ദു ധർമ്മത്തിന്റെ ആചാര്യന്മാർക്ക് വളരെ നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും ഡൈവേഴ്സ് ആണ് ഇവിടെ. നിങ്ങൾക്ക് ഒരേ പെസ്റ്റിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരേ ആയുധം കൊണ്ട് ഈ ധർമ്മത്തെ സമൂലമായി സംഹരിക്കുക എന്നുള്ളത് സാധ്യമല്ല. നിങ്ങളൊരു ആശയത്തെ സംഹരിച്ചാൽ അതിന്റെ ബാർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതിന്റെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ആശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എന്താണ്, അതിനോട് നമുക്ക് ചേർത്ത് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലായപ്പോ ഇതിനെ പുറമെ നിന്നുള്ള ആക്രമണം കൊണ്ട് തകർക്കാൻ സാധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ഈ ആളുകൾ പിന്നീട് ചെയ്താണ് ഇതിനെ ഉള്ളിൽ നിന്ന് തകർക്കുക എന്നുള്ളത്. ഇതിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള വിഭജനങ്ങളും വിഭാഗീയതകളും എന്താണ് വർഗീകരണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഹിന്ദു ധർമ്മത്തെ പല സെക്ഷനുകളായിട്ട് അടിച്ചു തിരിക്കുക, പല കഷ്ടങ്ങളായിട്ട് ചെറുക്കുക. ബ്രേക്കിംഗ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബ്രേക്കിംഗ് ഹിന്ദു അജണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ദ്രവീഡിയൻ മൂവ്മെന്റ്, ആര്യൻ മൂവ്മെന്റ്, ഈ പറയുന്ന സവർണ അവർണ മൂവ്മെന്റ്, ഈ ദളിത് എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഒക്കെ വരുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. ദളിത് എന്ന് പറയുന്നത് ഒരു ജാതി ഐഡന്റിറ്റി അല്ല, അതൊരു പൊളിറ്റിക്കൽ കോയിനേജ് ആണ്. അതല്ലാണ്ട് ഒരു ചരിത്രപരമായി നിലനിന്നിരുന്ന ഒരു സംഭവം അല്ല അത്. നമുക്കറിയാം മഹാത്മാ ഫുലെയാണ് ദളിത് എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്യുന്നത്. പിന്നീട് ഭീമറാവ് അംബേദ്കറുടെ നേതൃത്വത്തിലാണ് അത് കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉള്ളിൽ നിന്ന് വിഭജനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതിന്റെ വലിയ പരീക്ഷണങ്ങളായിട്ടാണ് മാറിയിട്ടുള്ളത്. അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫോൾട്ട് ലൈൻ ആണ്. എവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ പല കഷ്ണങ്ങളാക്കി ചിതറിക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോ കണ്ടിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോൾട്ട് ലൈൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ദുർബലമായിട്ടുള്ള കണ്ണിയാണ് ജാതി. ഈ പറയുന്ന ഈ യൂറോപ്യൻ ഭരണത്തിന്റെ ഉൽപ്പന്നമായിട്ട് 18-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ജാതി വിഭജനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മള് ഈ ജാതി ഒരു ഹിന്ദു ധർമ്മത്തിന്റെ പ്രാമാണിക സ്വഭാവമുള്ള ഒരു ആചരണമാണോ, ഹിന്ദു ധർമ്മത്തിന്റെ ടെക്സ്റ്റൽ ആയിട്ടുള്ള സാങ്ഷൻ ഈ പറയുന്ന ജാതികൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഇല്ല എന്നുള്ളതാണ്. ജാതിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമോ ഒരു പ്രയോഗമോ, മനുഷ്യർക്കിടയിലുള്ള ജാതിയെ പറ്റി പറയുന്ന എന്തെങ്കിലും ഒരു പരാമർശമോ പ്രയോഗമോ നമുക്ക് ഹിന്ദു ധർമ്മത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല. അത് വേദങ്ങളാവട്ടെ, ഉപനിഷത്തുകളാവട്ടെ, ഇതിഹാസങ്ങളാവട്ടെ, പുരാണങ്ങളാവട്ടെ, ജാതിയെ പറ്റി അത് പറയുന്നില്ല. യഥാർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന കാസ്റ്റ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഈ കാസ്റ്റ് എന്ന വാക്ക് പോർച്ചുഗീസ് ഭാഷയിലുള്ള കസ്റ്റ എന്ന വാക്കിൽ നിന്ന് കടമെടുത്തിട്ടുള്ള വാക്കാണ്. യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ വാക്ക് പോലുമല്ല. കാസ്റ്റ എന്ന് പറയുന്ന പോർച്ചുഗീസ് ഭാഷയിലുള്ള ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ അതിന് തത്തുല്യമായിട്ടൊരു വാക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഇല്ല. കാരണം ഓരോ സമൂഹങ്ങളിലും അവിടെയുള്ള മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകളെ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ധർമ്മം എന്ന നമ്മുടെ വാക്കിന് തത്തുല്യമായിട്ടൊരു ഇംഗ്ലീഷ് വാക്കില്ലാത്തത്? കാരണം ധർമ്മത്തിന്റെ കൺസെപ്റ്റ് യൂറോപ്പിൽ ഇല്ല. ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവിടെ ഈ പറയുന്ന റിലീജിയൻ എന്ന് പറയുന്ന സംഭവമുള്ളൂ. പക്ഷെ റിലീജിയൻ കൊണ്ട് ധർമ്മമാവില്ല. റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം എന്ന് മാത്രമേ അർത്ഥാവുന്നുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സാമ്പ്രദായിക മതങ്ങളുടെ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ വേണം. യൂണിഫൈഡ് പ്രിൻസിപ്പിൾസ് വേണം, അവിടെ ഒരേ റിച്വൽസ് ആൻഡ് സെറിമണീസ് വേണം, അവിടെ കോമൺ ആയിട്ടുള്ള ഒബ്സർവൻസ് വേണം, അവിടെ ഒരു സ്ഥാപകൻ വേണം, അവിടെ ഒരു എന്താ പറയുക ഒരു മതപരമായിട്ടുള്ള ഒരു എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി വേണം, അതിന് മതത്തിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അധികാരം വേണം. ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ പറ്റുമോ? ഹിന്ദു ധർമ്മത്തിലേക്ക് ഒരാളെ ചേർക്കാൻ പറ്റും? ഇതൊക്കെ പ്രയാസമാണ്. ഒരാള് ആചരണം കൊണ്ടാണ് ഹിന്ദു ആവുന്നത്. ഒരാള് ജനനം കൊണ്ടോ ആചരണം കൊണ്ടോ പ്രഖ്യാപനം കൊണ്ടോ. അപ്പൊ ഞാൻ ഹിന്ദു ആണെന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ ഞാൻ ഹിന്ദു ആണ്, അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ ഒരു പദ്ധതിയില്ല. അപ്പോ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സാമ്പ്രദായിക മതമാവുന്നുള്ളൂ. ധർമ്മം എന്ന വാക്ക് അതല്ല ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കർമ്മം, നമ്മുടെ കർമ്മം എന്ന് പറയുന്ന വാക്കിന് ഇംഗ്ലീഷിൽ എവിടെയാ വാക്ക്, അവരിപ്പോ കർമ്മ എന്നൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലോ ഓഫ് കർമ്മ അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്ന വാക്കിൽ എവിടെയാ ഇംഗ്ലീഷ് യോഗ എന്നാണ് ഒരു ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉൾക്കൊള്ളാനുള്ള വികാസം ആ സമൂഹങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതിന് അവിടെ തത്തുല്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാവാത്തത്. സമാനമാണ് കാസ്റ്റ് എന്നതിന് തത്തുല്യമായിട്ടുള്ള ഇന്ത്യൻ വാക്കില്ല. കാരണം അങ്ങനത്തെ ഒരു വളരെ മനുഷ്യരെ വർഗീകരിക്കുന്ന ഒരു സിദ്ധാന്തം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ തത്വത്തിലുള്ള അർത്ഥം. നമ്മുടെ സമൂഹത്തിൽ ജാതി എന്ന് പറയുന്നത് വൈദികമായിട്ടുള്ള പ്രമാണം ഉദ്ധരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാതിക്ക് കാണുന്ന അർത്ഥം സമാന പ്രസവാവസ്ഥ ജാതിയാണ്. ഒരേ തരത്തിൽ
ജനിക്കുന്ന ആളുകളെയാണ് ഒരു ജാതി. അങ്ങനെ ഈ വൈദികമായിട്ടുള്ള പ്രമാണത്തില് ജാതികളായിട്ട് വേർതിരിച്ചിട്ടുള്ളത് 4 ജാതികളെയാണ്. ആ ജാതികൾ എന്ന് പറയുന്നത് 1 അണ്ഡജ, 2 സസ്യജ, 3 മാതൃജ, 4 ഉഷ്ണജ എന്നാണ്. ഈ അണ്ഡജ എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആളുകൾ, പക്ഷികള്, അങ്ങനെയുള്ള ജീവികളില്ലേ, മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ജീവികൾ, അതാണ് അണ്ഡജ എന്ന് പറയുന്നത്. സസ്യജ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് മുളച്ചു വരുന്നതാണ്. ചെടികള്, മരങ്ങള്, അങ്ങനെയുള്ള സംഗതികളെയാണ് സസ്യജ എന്ന് വിളിക്കുന്നത്. മാതൃജ എന്ന് പറഞ്ഞ സസ്തനികളാണ്, അമ്മ പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന ജീവികളെയാണ് മാതൃജ എന്ന് വിളിക്കുന്നത്. ഉഷ്ണജ എന്ന് വിളിക്കുന്ന കാലാവസ്ഥ, ഈ ചൂട് തണുപ്പ് എന്നുള്ള പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന സൂക്ഷ്മജീവികളെ, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മജീവികളെ വിവക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉഷ്ണജ എന്ന വാക്ക് പറയുന്നത്. ഇങ്ങനെയാണ് ഒരേപോലത്തെ പ്രസവത്തിലൂടെ അല്ലെങ്കിൽ ഒരേപോലത്തെ ജനനാവസ്ഥ കൊണ്ട് ഉണ്ടാവുന്ന ജാതികളെ പറ്റി നമ്മൾ പറയുന്നത്. ഇന്ന് മനുഷ്യൻ മുഴുവൻ മാതൃജ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഇനി മനുഷ്യനെ തന്നെ ഒരു ജാതിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരേ ജാതി തന്നെയാണ്, അതിനിടയിൽ വേറെ ജാതിയില്ല. ഹിന്ദു ധർമ്മത്തിലുള്ളത് വർണ്ണങ്ങളാണ്. വർണ്ണം എന്ന് പറയുന്നത് ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ചാതുർവർണ്ണ്യം ആരാ സൃഷ്ടിച്ചത്? ഒരു സംശയം വേണ്ട, അത് ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ, ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരാൾ ജനനം കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല. പ്രമാണം തന്നെയുണ്ടല്ലോ, ജന്മനാ ജായതേ ശൂദ്ര സംസ്കാരേതി ഭവേ ദ്വിജ എന്നാണ്. ഒരാള് ജന്മം കൊണ്ട് എപ്പോഴും ശൂദ്രനാണ്, പിന്നെയോ സംസ്കാരം കൊണ്ടാണ് അയാൾ ദ്വിജനാവുന്നത്. സംസ്കരണം കൊണ്ട്, പ്യൂരിഫിക്കേഷൻ കൊണ്ട്, എന്താണ്, സിവിലൈസേഷൻ കൊണ്ട്. ദ്വിജ എന്ന് പറഞ്ഞാൽ എന്താ? ട്വൈസ് ബോൺ, രണ്ടാമത് ജനിക്കുകയാണ് മറ്റൊരു വിഭാഗമായിട്ട്. അതായത് ശൂദ്രനായി ജനിക്കുന്നു, അയാൾ സംസ്കരണം കൊണ്ട് അയാളുടെ മേഖല ഏതാണ്, കർമ്മം ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നു. അയാൾക്ക് വൈശ്യനാവാം, അയാൾക്ക് കച്ചവടം ചെയ്യാനാണോ താല്പര്യം, അയാൾക്ക് ഐശ്വര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാനാണോ താല്പര്യം, അയാൾക്ക് വൈശ്യനാവാം. അയാൾക്ക് സൈനികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനാണോ താല്പര്യം, അയാൾക്ക് യുദ്ധതന്ത്രത്തിലാണോ താല്പര്യം, രാജ്യത്തെയും ജനങ്ങളെയും ക്ഷതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നവനാണോ, അയാൾക്ക് ക്ഷത്രിയനാവാം. അയാൾക്ക് പഠനമാണോ, വിദ്യാഭ്യാസമാണോ, റിസർച്ചാണോ അയാളുടെ താല്പര്യം, അയാൾക്ക് ഈ പറയുന്ന മനുഷ്യന്റെ ജന്മത്തെ പറ്റി, ലോകത്തിന്റെ നിയോഗത്തെ പറ്റി, ബ്രഹ്മന്റെ സത്യത്തെ പറ്റി, ആത്മന്റെ പ്രയോഗത്തെ പറ്റിയൊക്കെ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ, ബ്രഹ്മജിജ്ഞാസ ഉണ്ടെങ്കിൽ അയാൾക്ക് ബ്രാഹ്മണനാവാം. ഇതൊന്നും നിങ്ങൾക്ക് ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ വിദ്യാഭ്യാസപരമായി നിങ്ങൾക്ക് ഈ പറയുന്ന 3 സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ആ ജന്മമായിട്ടുള്ള വർണ്ണത്തിൽ തന്നെ നിൽക്കും. അവിടെ ഓരോ വർണ്ണങ്ങൾക്കും ഓരോ നിയോഗങ്ങൾ അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണന്റേത് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മത്തെ അറിഞ്ഞ, ബ്രഹ്മജായത്തെ ബ്രാഹ്മണ എന്നാണ്. ബ്രഹ്മത്തെ മനസ്സിലാക്കുന്ന ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നു. രാജ്യത്തെയും ജനങ്ങളെയും ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ ക്ഷത്രിയൻ. ഈ പറയുന്ന വാണിജ്യ വ്യവസായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആള് വൈശ്യൻ. ഇത് മൂന്നുമല്ലാതെ ഈ പറയുന്ന വ്യവസ്ഥിതികളെ മുഴുവൻ നിലനിർത്തുന്ന ഒരു വ്യവസ്ഥിതിയായിട്ട് 4ാമത്തെ വർണ്ണം ചാതുർവർണ്ണയമായിട്ടാണ് എന്താ ശൂദ്രൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ വർണ്ണമില്ല. യഥാർത്ഥത്തിൽ ഈ അവർണ്ണൻ എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. കാരണം നമ്മൾ മൊത്തം മനുഷ്യരെയും 4 വർണ്ണങ്ങളായി വിഭജിച്ചു കഴിഞ്ഞാൽ, ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ 5ാമത്തെ വർണ്ണം? വർണ്ണമില്ലാത്ത ആരുമില്ല. അവർണ്ണർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇല്ല. ഇത് ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മാത്രമല്ല ഇതൊരാൾക്ക് സ്ഥിരമായി കിട്ടുന്നതുമല്ല. ബ്രാഹ്മണൻ ക്ഷത്രിയനായി മാറുന്ന അവസ്ഥയുണ്ട്, ബ്രാഹ്മണൻ ശൂദ്രനായി ഭവിക്കുന്ന അവസ്ഥയുണ്ട്, ബ്രാഹ്മണൻ എന്താ പറയാ ക്ഷത്രിയൻ വൈശ്യനായി മാറുന്ന അവസ്ഥയുണ്ട്. ഇത് ഒരു ഡിഗ്രിയാണ്, ഒരാൾ അറ്റൈൻ ചെയ്യുന്ന ഒരു പൊസിഷനാണ്. ആ പൊസിഷൻ എന്ന് അയാൾക്ക് ഇറങ്ങാം. ഒരാൾ ബ്രാഹ്മണനാണ് എന്നതുകൊണ്ട് അയാളുടെ മകനും ബ്രാഹ്മണനായിക്കൊള്ളുന്നില്ല. ഒരാൾ ക്ഷത്രിയനാണ്, അതുകൊണ്ട് അയാളുടെ കുട്ടി ക്ഷത്രിയനായിക്കൊള്ളുന്നില്ല. ഒരാൾ വൈശ്യനാണ്, അയാളുടെ പരമ്പരകൾ മുഴുവൻ വൈശ്യനായിക്കൊള്ളുന്നില്ല. കാരണം ഇത് ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത് ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജാതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പ്രമാണം ധർമ്മത്തിലില്ല. ഒരൊറ്റ കാര്യം, ലോജിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. ഹിന്ദു ധർമ്മത്തിന്റെ ഒരു പ്രാമാണികമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ജാതിയെങ്കിൽ, ഹിന്ദു ധർമ്മം നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരേ ജാതികളെ കാണണ്ടേ? ഹിന്ദു ധർമ്മത്തിന് പ്രചാരമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഒരേ ജാതികൾ ഉണ്ടാവണ്ടേ? അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. ഓരോ ദേശത്തും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സ്വഭാവങ്ങളും വ്യതിയാനങ്ങളും അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ജാതികളാണ് ഉണ്ടായത്. ഇപ്പൊ കേരളത്തിലുള്ള ജാതികളല്ലല്ലോ തമിഴ്നാട്ടിലുള്ളത്, ആ ജാതികളല്ലല്ലോ ബംഗാളിലുള്ളത്, ആ ജാതികളല്ലല്ലോ കശ്മീരിലുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഓരോ ദേശത്തിന്റെയും പ്രാദേശികമായിട്ടുള്ള സ്വഭാവവും വ്യതിയാനവും അനുസരിച്ച് അവിടുത്തെ മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വർഗീകരണമാണ് ജാതി.
അതിന് സ്ക്രിപ്ചർ എന്താ പറയാ സ്ക്രിപ്ചേഴ്സിന്റെ ഏതെങ്കിലും നിലയ്ക്കുള്ള പിന്തുണയൊന്നുമില്ല. അത് കാലം കൊണ്ട് സ്വയം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സംഗതികളാണ്. മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ജാതി വർണ്ണം എന്ന് പറയുന്നത് ഏതെങ്കിലും നിലയിൽ ഇക്വേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമല്ല. കാരണം എന്താ, ജാതി എന്ന് പറയുന്നത് ജന്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. വർണ്ണം ഏതെങ്കിലും നിലയിൽ ജന്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. വർണ്ണം എന്ന് പറയുന്നത് ഒരാൾക്ക് മാറാൻ കഴിയുന്ന സംഗതിയാണ്. ഒരാൾക്ക് വർണ്ണത്തിൽ നിന്ന് മറ്റൊരു വർണ്ണത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. ജാതിയിലാണെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസിഷനുള്ള അവസ്ഥയില്ല. മൂന്നാമത് ഈ വർണ്ണം എന്ന് പറയുന്നത് പകർന്നു കൊടുക്കാൻ, അടുത്ത പരമ്പരയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള വ്യവസ്ഥയില്ല. നേരെ തിരിച്ച് ജാതിയിലാണെങ്കിലോ അത് അടുത്ത തലമുറയിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ഇത് രണ്ട് സങ്കല്പങ്ങളാണ്. വർണ്ണമാണ് ഹിന്ദു ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു സംഭവം. നേരെ തിരിച്ച് ജാതി എന്ന് പറയുന്നത് പ്രാദേശികമായി ഓരോ സമൂഹങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയൊക്കെ മനുഷ്യരുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ജാതികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വെസ്റ്റേൺ സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞാൽ സ്മിത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്ന പേരുകളൊക്കെ ഇല്ലേ. ഈ സ്മിത്ത് ഒക്കെ എന്തടിസ്ഥാനത്തിലാണ് ഒരാളുടെ സർനെയിമായി വരുന്നത്? അത് ജാതിയാണ്. അവർ ചെയ്തിരുന്ന കർമ്മത്തിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇതിന് എന്ത് സംഭവിച്ചു? ഇതിന് കുറെ കാലത്തെ പ്രാക്ടീസ് വന്നപ്പോ ഏത് സമൂഹത്തിലാണെങ്കിലും ഇത് എന്താണ്, കുറെ കഴിഞ്ഞപ്പോ ഇത് ഉറച്ചുപോയി, രൂഢമൂലമായി കഴിഞ്ഞു. പിന്നീട് ജാതികൾക്ക് എന്താണ് ഒരു ആവർത്തന സ്വഭാവം ഉണ്ടായി. ഏതെങ്കിലും ആളുകൾക്ക് എന്താണ് അത് നിലനിർത്തണം, അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണരൊക്കെ ജാതികളായി മാറി. യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയല്ല യഥാർത്ഥത്തിൽ. ആ ബ്രാഹ്മണമൊക്കെ ഒരു ജാതിയായി മാറിയത് പിന്നീട് പിൽക്കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അപഭ്രംശമാണ്. പക്ഷെ അതിനെതിരെയുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടായത് എവിടെയാണ്? അതിനെതിരെയുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടായത് ഈ സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെയാണ്. ഈ ധർമ്മത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് അതിനെതിരെ പരിഷ്കരണം ഉണ്ടായത്. അല്ലാണ്ട് പുറമെ നിന്ന് ആരെങ്കിലും വന്നുകൊണ്ട് ഈ നിലനിൽക്കുന്ന സമ്പ്രദായം വളരെ തിന്മ നിറഞ്ഞൊരു സമ്പ്രദായം എന്നുകൊണ്ട് ഇതിനെ പുറത്തുനിന്ന് പരിഷ്കരിക്കുകയല്ല ചെയ്തത്. ഒരു ദൈവപുത്രനും ഒരു മാലാഖിയും ഇറങ്ങി വന്നിട്ട് ഹിന്ദുക്കളെ ജാതീയതയുടെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുകയല്ല ചെയ്തത്. ഈ ധർമ്മത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള, ഈ ധർമ്മത്തെ തന്നെ പിന്തുടരുന്ന ആചാര്യ പരമ്പരകളാണ് ഹിന്ദു ധർമ്മത്തിലെ ഹിന്ദു ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത്. ഇവർ ഉപയോഗിച്ച് വേറെ ടെക്സ്റ്റ് ഒന്നുമല്ല. ഇവര് നിങ്ങൾ നോക്കൂ, ആ മതത്തിന്റെ ഗ്രന്ഥത്തിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മൾ ചെയ്യണമെന്ന് പറയല്ല ചെയ്തത്. ഇവര് വേദപ്രമാണങ്ങളും ശാസ്ത്രങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഈ പറയുന്ന ജാതിയാചരണത്തിന് നിയമമില്ല, പ്രമാണമില്ല, ഇത് ഹിന്ദു വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് ആചരിക്കേണ്ടതില്ല എന്ന് പറയാണ്. ഇപ്പൊ കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റമൊക്കെ നോക്കൂ, അതെല്ലാം ആധ്യാത്മികാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായതല്ലേ. ഇവര് പറയുന്നുണ്ടല്ലോ ഇടതുപക്ഷമാണ് കേരളത്തില് ഈ നവോത്ഥാനമൊക്കെ ഉണ്ടാക്കിയതെന്ന്. കേരളത്തിലെ എല്ലാ നവോത്ഥാന മുന്നേറ്റങ്ങളും കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി പിണറായിയിലെ പാറപ്പുറത്ത് ഉണ്ടാവുന്ന 1939 കേരളത്തില് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം നടന്ന 1924 അതല്ലെങ്കിൽ ഈ കല്ലുമാല സമരം നടക്കുന്നത് 1916 ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാവുന്ന 1936 ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1928 അതായത് ഈ പറയുന്ന എല്ലാ നവോത്ഥാന പന്തിഭോജനമൊക്കെ നേരത്തെ നടക്കുന്നതാണ്. ഇതെല്ലാം നടന്നതിന് ശേഷം, ഇതെല്ലാം കഴിഞ്ഞുണ്ടായിട്ടുള്ള പ്രസ്ഥാനം 1939 ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനം പറയാണ് എല്ലാ നവോത്ഥാനങ്ങളും ഞങ്ങളാണ് നടത്തിയതെന്ന്. ഇതെന്തോ ടൈം ട്രാവൽ മെക്കാനിസമാണ്. അതില്ലാണ്ട് ആർക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിലൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ആരാണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ നമ്മൾ എടുക്കുക. ഇത് ഒരേ ലീനിയേജിൽ നിന്ന് വരുന്ന ആളുകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അയ്യാ വൈകുണ്ഠ സ്വാമികൾ, ആദ്യം ഉണ്ടായിരുന്നത് അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാട്ട് അയ്യാവ്. തൈക്കാട്ട് അയ്യാവിന് 3 ശിഷ്യന്മാരാണ്: ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി. ഈ 3 പേരും, മഹാത്മാ അയ്യങ്കാളി ആവട്ടെ, ചട്ടമ്പിസ്വാമി തിരുവടികളാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, ഒരേ മാസ്റ്ററിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാവരും തൈക്കാട്ട് അയ്യാവിന്റെ ശിഷ്യന്മാരാണ്. തൈക്കാട്ട് അയ്യാവാവട്ടെ അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ്. അപ്പോ ഹിന്ദു ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിഷ്കരണ ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മഹാത്മാ അയ്യങ്കാളി ആ കാലഘട്ടത്തിൽ ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇപ്പോ മഹാത്മാ അയ്യങ്കാളിയെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാ? ഹിന്ദു ധർമ്മത്തിനെതിരെ ഈ പറയുന്ന അവർണ വിഭാഗങ്ങൾക്ക് വേണ്ടി വലിയ സമരം നടത്തിയ ഒരാളാണ് അദ്ദേഹം. ഹിന്ദു ധർമ്മത്തെ ഉപേക്ഷിച്ച് പോവുകയല്ലല്ലോ ചെയ്തത്.
അദ്ദേഹം ഹിന്ദു ധർമ്മത്തെ നിഷേധിക്കുകയല്ലല്ലോ ചെയ്തത്. നിങ്ങൾ ഈ പറയുന്ന ജാതി വിവേചനം ഹിന്ദു ധർമ്മത്തിന്റെ പ്രമാണത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരായി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടി പൊരുതുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ ഈ ധർമ്മത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളാണ്. ഇവരെയൊക്കെ ഇപ്പോ ധർമ്മത്തിനെതിരായിട്ടുള്ള ആളുകളായിട്ട് ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ബ്രേക്കിംഗ് ഇന്ത്യ അജണ്ട എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിന്റെ ഒരു ബ്രേക്കിംഗ് ഹിന്ദു അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുന്ന പെരിയാർ അംബേദ്കറൈറ്റ് മൂവ്മെന്റ് പോലെ കേരളത്തിൽ ഒരു ബ്രേക്കിംഗ് ഈഴവ മൂവ്മെന്റ് വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഈഴവ സമൂഹത്തിനിടയിൽ ഭയങ്കരമായിട്ടുള്ള ജാതീയതയും സംശയവും സവർണ വിരോധവും ഒക്കെ നിറച്ചുകൊണ്ട് ഈഴവ സമൂഹത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ബ്രേക്ക് അവേ ഫ്രാക്ഷൻ ആക്കി മാറ്റാനുള്ള അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് നരേറ്റീവുകളുണ്ട്. ഇപ്പോ മുലമുറിച്ച നങ്ങേലി, ഈഴവ സമുദായത്തിലുള്ള ഒരു നങ്ങേലി ഈ പറയുന്ന ബ്രസ്റ്റ് ടാക്സ് കൊടുക്കാൻ വിസമ്മതിച്ച് മുല മുറിച്ചു എന്നൊരു കഥയുണ്ട്. അതേപോലെ ഉണ്ടാക്കിയിട്ടുള്ള അസംബന്ധമാണ്, അങ്ങനെ ഒരു കഥ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ തന്നെ ധളവാക്കുളം എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈഴവരായിട്ടുള്ള യുവാക്കളെ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പട്ടാളം വന്ന് കൊന്നിട്ട് കുളത്തിൽ കുഴിച്ചു മൂടി. ആ കുളത്തിന്റെ പേരാണ് ധളവാക്കുളം. ശുദ്ധ അസംബന്ധം. രാമയ്യ ധളവ ഉണ്ടാക്കിയിട്ടുള്ള കുളമാണത്. അതുകൊണ്ടാണ് അതിന് ധളവാക്കുളം എന്ന് പേര് വന്നത്. രണ്ട് ഇവർ ഈ പറയുന്ന സംഭവം നടന്നതായിട്ടുള്ള വർഷത്തിൽ തിരുവിതാംകൂറിന് കുതിരപ്പട്ടാളം തന്നെ ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂറിന് കുതിരപ്പട്ടാളം ഉണ്ടെങ്കിൽ അവർക്ക് കുതിരപ്പട്ടാളത്തെ വിട്ടിട്ട് ഇവരെ അതാക്കാൻ പറ്റുള്ളൂ. മൂന്ന്, ഈ വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന ആള് അന്ന് എന്താ പറയുക തിരുവിതാംകൂർ രാജാവുമായിട്ട് തെറ്റിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ റിബലായിട്ട് നിൽക്കുന്ന സമയമാണ്. തിരുവിതാംകൂറിന് ഏതെങ്കിലും തരത്തിലുള്ള അധികാരം അയാൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തിരുവിതാംകൂർ സൈന്യം വേലുത്തമ്പി ദളവയ്ക്കെതിരെ റിബൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. വേലുത്തമ്പി ദളവയ്ക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ വൈക്കം ഈ ദളവാക്കുളം എന്ന് ഇവർ പറയുന്ന കുളം ഇപ്പൊ അവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിലൊന്നും ഏതെങ്കിലും ഒരു മനുഷ്യാവശിഷ്ടം അവിടുന്ന് കിട്ടണ്ടേ? ഇത്രയും ആൾക്കാരെ കൊന്നു തള്ളിയിട്ട് ഒരു കുളമാണെങ്കിൽ അവിടുന്ന് ഒരു പല്ലോ ഒരു മുടിയോ ഒരു എല്ലോ എന്തെങ്കിലും കിട്ടണ്ടേ? അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ഇത് ദളിത് ബന്ധു CK ജോസ് എന്ന് പറയുന്ന ആള് 1992 നിർമ്മിച്ചിട്ടുള്ള കഥയാണ്. ഈ മറ്റേ നങ്ങേലിയുടെ കഥ എന്ന് പറയുന്നത് ചിത്രകാരൻ MR മുരളി എന്ന് പറയുന്ന ആള് 2005 ശേഷം നിർമ്മിച്ചിട്ടുള്ള കഥയാണ്. യാതൊരു പ്രോവിനൻസും ഇല്ലാത്ത ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവന്ന് ഈഴവ സമൂഹത്തിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് നിറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വലിയ സംഭവമാണ് ഗുരുദേവനെ അങ്ങോട്ട് അടർത്തിയെടുക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ നമ്മുടെ ആളുകളൊന്നും ഗുരുദേവനെ വായിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും സുനിൽ പിള്ളയത്തിന്റെ പ്രസംഗം കേട്ടിട്ടാണ് ഗുരുദേവനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാറ്. ഈ മഹാഭാരതം വായിക്കാണ്ട് 2-ാം ഊഴം വായിച്ചിട്ട് യുധിഷ്ഠിരന് ആളത്ര പോരായിരുന്നു, കൃഷ്ണൻ അത്ര ധർമ്മമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു ശൈലി നമുക്കുണ്ട്. മഹാഭാരതം വായിക്കില്ല, പുസ്തകപ്പുറത്ത് ഇട്ടാലും നോക്കില്ല, 2-ാം ഊഴാണ് വായിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മൾ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾക്ക് മാർക്കിടുക എന്ന് പറഞ്ഞ പോലെ എന്താണ്, ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിക്കരുത്, ഒരു ജീവിക്ക് പോലും പീഡ വരുത്തരുതെന്ന് പറഞ്ഞ ഗുരുദേവന്റെ അനുകമ്പാദശകം എടുത്തുകൊണ്ട് ബീഫെസ്റ്റിനെ ന്യായീകരിക്കുന്ന സുനിൽ പേളയുടെ പോലത്തെ ആൾക്കാരെ വെച്ചുകൊണ്ട് പറയാണ് ഗുരുദേവൻ ഹിന്ദു ധർമ്മത്തെ പൂർണ്ണമായും തിരസ്കരിച്ച ആചാര്യനായിരുന്നു. അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികളെ തള്ളി പറഞ്ഞു, ശങ്കരുടെ തലയിൽ ജാതി കയറി മുത്തുപോയി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു വേഴ്സസ് ശങ്കരാചാര്യ സ്വാമികൾ ബൈനറി ഉണ്ടാക്കുകയാണ്. കാരണം എന്താ, ശ്രീനാരായണ ഗുരുദേവൻ ഈഴവനും ശങ്കരാചാര്യ സ്വാമികൾ ബ്രാഹ്മണനും, കൃത്യമായിട്ടുള്ള ഒരു കാസ്റ്റിന്റെ ബൈനറി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ഭാഗമായിട്ടാണോ അതോ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല, എല്ലാ സംസ്ഥാനങ്ങളോടും ശങ്കരാചാര്യ സ്വാമികളുമായി ബന്ധപ്പെട്ട ഓരോ പ്ലോട്ടുകൾ നിർമ്മിച്ചു തരാൻ പറഞ്ഞപ്പോ കേരളം വളരെ വിദഗ്ധമായിട്ട് ആചാര്യസ്വാമികളുടെ പ്ലോട്ട് കൊടുക്കാണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പ്ലോട്ട് കൊടുത്തു. സ്വാഭാവികമായിട്ട് ആചാര്യസ്വാമികളുടെ ചോദിച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിഷേധിക്കുകയല്ലേ ചെയ്യുക. നിഷേധിച്ചപ്പോ ഇവിടുത്തെ പ്രചരണം എന്താ അറിയോ, ബ്രാഹ്മണനായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികൾക്ക് പകരം കേരളത്തിന്റെ ആധ്യാത്മികാചാര്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം കൊടുത്തപ്പോൾ അത് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഹെജിമണി പേറുന്ന ഹിന്ദുത്വ സർക്കാർ നിഷേധിച്ചു. ഇത് ഈഴവർക്കുള്ള അപമാനമാണ്. ഗുരുദേവന്റെ ചിത്രം പരസ്യമായിട്ട് റോട്ടിൽ വെച്ചിട്ട് ആണി അടിച്ച് കുരിശി തറച്ചിട്ട ആൾക്കാരാണ് ഈ പറയുന്നത്. ആലോചിച്ചോളണം. അതായത് ദർശനത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ് ഗുരുദേവൻ. ദർശനത്തിൽ നാം ശങ്കരനെ പിന്തുടർന്നു. കാരണം അദ്വൈത സിദ്ധാന്തമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ സിദ്ധാന്തം. നടരാജ ഗുരു എഴുതിയിട്ടുള്ള റെമിനിസൻസ് ഓഫ് ഗുരു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗുരുദേവന്റെ വേർഡ് ബൈ വേർഡ് കോട്ടുണ്ട്, ദർശനങ്ങളിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന്. അദ്ദേഹം ആലുവയിൽ ആശ്രമം സ്ഥാപിച്ചപ്പോൾ ഗുരുദേവന്റെ ആശ്രമത്തിന് പേരിട്ടത് അദ്വൈതാശ്രമം എന്നാണ്. അദ്വൈതാശ്രമം എന്നുള്ള പേര് ശൂന്യതയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. ഗുരുദേവന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നുള്ള പ്രയോഗം പോലും ഈ പറയുന്ന സെമിറ്റിക് മതങ്ങളിലുള്ള ഏകദൈവത്തെ പറ്റിയിട്ടുള്ള സങ്കല്പമല്ല. നേരെ തിരിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന നോൺ ഡ്യുവലിസമാണ്, അദ്വൈതമാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ദർശനമാണ്. അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികളെ ശാരദാ പീഠം ഉണ്ടാക്കി ഗുരുദേവൻ ഇവിടെ സ്ഥാപിച്ചത് ശാരദാ മഠമാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുദേവന്
നിരന്തരമായിട്ട് ആചാര്യസ്വാമികളെ പിന്തുടർന്നിരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള ആളെ പോലും ഹിന്ദു ധർമ്മത്തിനെതിരെ, ആചാര്യ പരമ്പരയ്ക്കെതിരെ, സംസ്കാരത്തിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള അപനിർമ്മിതികൾ ചരിത്രത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആചാര്യന്മാരെല്ലാം ഈ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുകയും യഥാർത്ഥത്തിൽ ഈ ധർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്തതാണ്. ആ അർത്ഥത്തിൽ ഇവരെയൊക്കെ അവതാര പുരുഷന്മാരായിട്ട് കണക്കാക്കണം. ഏതെങ്കിലും സമയത്ത് ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്ന സമയത്ത് ധർമ്മത്തെ ഉദ്ധാനം ചെയ്യാനും അധർമ്മത്തെ സംഹരിക്കാനും ഈ വ്യവസ്ഥിതിയെ നിലനിർത്താനും വേണ്ടി ഒരു കാലഘട്ടത്തിൽ ബുദ്ധധർമ്മ ജൈനങ്ങളുടെ അധിനിവേശം ഉണ്ടായ കാലത്ത് ഛത്രവും കാഷായവുമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ അവതരിച്ചതുപോലെ സമാനമായിട്ട് വലിയ ക്രിസ്ത്യൻ മിഷണറികളുടെ ആക്രമണം ഇവിടെ ഉണ്ടായ കാലഘട്ടത്തിൽ ഈഴവ സമൂഹത്തിലെ ആളുകളെല്ലാം മതം മാറി പോകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായ സമയത്ത് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ ഹിന്ദു ധർമ്മത്തിൽ തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു അവതാര പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ആഭ്യന്തരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പരിഷ്കരണങ്ങളും, ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ നവോത്ഥാനങ്ങളും യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തിനുള്ളിൽ നിന്ന് സംഭവിച്ചാണ്. ഹിന്ദു ധർമ്മത്തിൽ മാത്രമേ ഇവിടെ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളൂ. അതും പറയണം, കേരളത്തിൽ വലിയ നവോത്ഥാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ വേറെ ഏത് മതത്തിലാണ് അങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടായത്? മുത്തലാഖ് സമ്പ്രദായം 2019 കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കിയപ്പോഴാണ് കേരളത്തിൽ ഉൾപ്പെടെ നിരോധിക്കപ്പെട്ടത്. അതുവരെ മുത്തലാഖ് ചൊല്ലാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. ബഹുഭാര്യത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള സ്വത്തവകാശമില്ലായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരാൾക്ക് പെൺകുട്ടി മാത്രമാണെങ്കിൽ അയാളുടെ മുഴുവൻ സ്വത്തും അയാളുടെ പെൺകുട്ടിക്ക് കിട്ടില്ല എന്ന് പറയുന്ന വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ചൂഷണങ്ങളും പീഡനങ്ങളും അവകാശ ലംഘനങ്ങളും അസമത്വങ്ങളും മറ്റു മതങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അതിനെതിരെ ഒന്നും ഒരു നവോത്ഥാനവും ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു നവോത്ഥാനമാണ്, അതിന്റെ ആഭ്യന്തര പ്രക്രിയയാണ് എന്നതും ഒരു വസ്തുതയാണ്. ശങ്കുജി, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നില്ല ആര്യൻ ദ്രാവിഡൻ അല്ലെങ്കിൽ ആര്യൻ ഇൻവേഷൻ തിയറിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതിന് ശങ്കുജി പറഞ്ഞ പോലെ ഒരു സയന്റിഫിക് ബേസിസ് ഇല്ലെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ പല കണ്ടെത്തലുകളും അതാണ് പറയുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്, ജെനറ്റിക്സ് ആയാലും ആർക്കിയോളജി ആയാലും. എന്നാലും ഇപ്പോഴും നമുക്ക് ഈ ഒരു വാദം എന്തുകൊണ്ട് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്സിൽ തുടരുന്നു? കാരണം ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ യങ്ങർ ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ആണ്. ഇപ്പോഴും നമ്മൾ ആര്യൻ ഇൻവേഷൻ തിയറി അല്ലെങ്കിൽ ആര്യൻ റേസ്, ദ്രവിഡിയൻ റേസ് എന്നുള്ള ഒരു നാരറ്റീവ് ഇപ്പോഴും കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നറിയാം. സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരിന് നമ്മൾ എന്തെങ്കിലും അവരിതിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കരുതുന്നുണ്ട്. ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ചരിത്ര നിർമ്മിതി വളരെ കൗതുകകരമായിട്ടുള്ള ഒരു തരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവിൽ പറയാറുണ്ട്, ഈ മാനുകളുടെ ചരിത്രം എഴുതാൻ വേണ്ടി സിംഹത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രം മാനുകളോട് ഏതെങ്കിലും തരത്തിലുള്ള നീതി പുലർത്തുമോ? ആ ചരിത്രത്തിൽ എന്തായിരിക്കും മാനിനെ പറ്റി പറയാം? മാനുകൾ പണ്ട് തൊട്ടേ സിംഹത്തിന് ഇരയാവുന്ന ജീവിയാണ്. സിംഹത്തിന് ഇരയാവുക എന്ന് പറയുന്നത് മാനിന്റെ പരമമായിട്ടുള്ള ധർമ്മമാണ്. സിംഹത്തിന് ഇരയാവുന്നതിലൂടെ മാത്രമേ മാനിന് മോക്ഷമാർഗം സാധ്യമാവുള്ളൂ എന്നുള്ള പോലെ സിംഹത്തിന്റെ ആഗ്രഹങ്ങളാണ് അവിടെ ചരിത്രമായിട്ട് വരിക. മാനിന്റെ വേദനയോ അവർ അനുഭവിച്ചിട്ടുള്ള പീഡനമോ ഒന്നും അതിലുണ്ടാവില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ ധർമ്മത്തെ നശിപ്പിക്കണമെന്നും തകർക്കണമെന്നും നിഷ്കാസനം ചെയ്യണമെന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളുകള് ഉണ്ടാക്കി തന്നിട്ടുള്ള ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ചരിത്രത്തെ പഠിക്കാൻ, സ്വന്തം പഴമയെ തിരിച്ചറിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വല്ലാത്ത സമൂഹമാണ് നമ്മൾ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം പോലും ഉണ്ടായത് അങ്ങനെ. നമ്മളിപ്പോഴും ആധുനിക വിദ്യാഭ്യാസം, മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ട് കൊണ്ടാടുന്ന സാധനം എന്താണ്? ഏത് സമൂഹത്തിലും വിദ്യാഭ്യാസം ഉണ്ടാവുന്നത് എന്തിനാ? വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് എ ഡിസ്കവറി ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഓൾറെഡി ലൈസ് വിത്തിൻ. ഓരോരുത്തരുടെ ഉള്ളിലുള്ള പൂർണ്ണതയെ തിരിച്ചറിയാനുള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം. സാ വിദ്യായ വിമുച്യത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വിദ്യ കൊണ്ട് ലിബറേറ്റ് ചെയ്യാനാണ് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 1835 ഉണ്ടായിട്ടുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ടിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? തൊലി നിറത്തിലും രൂപത്തിലും മാത്രം ഇന്ത്യക്കാരനായിരിക്കും, കാഴ്ചപ്പാടിലും അഭിരുചിയിലും തെരഞ്ഞെടുപ്പുകളിലും തീരുമാനങ്ങളിലും മുഴുവൻ 100% ബ്രിട്ടീഷുകാരനായിരിക്കും ചെയ്യുന്ന, അവരുടെ വിടുപണി ചെയ്യാൻ കഴിയുന്ന ഗുമസ്തന്മാരുടെ ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എ ജനറേഷൻ ഓഫ് ക്ലർക്സ് എന്നാണ് മക്കാളെ പറയുന്നത്. ആ വിദ്യാഭ്യാസ പദ്ധതിയാണ് സ്വാതന്ത്ര്യാനന്തരവും നമ്മൾ ഒരുപാട് കാലത്തോളം പിന്തുടർന്നു വന്നത്. നമുക്കൊരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാവുന്നത് 2020 ആലോചിക്കണം. അതുവരെ നമ്മൾ പിന്തുടർന്നു വരുന്ന ഈ ആധുനിക വിദ്യാഭ്യാസം എന്താണ്? അതായത് കൂടുതൽ പഠിക്കുന്തോറും അവനവനെ കൂടുതൽ വെറുക്കാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരാളെ പരിശീലിപ്പിക്കുന്ന, കൂടുതൽ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്തോറും അവനവന്റെ സംസ്കാരത്തിൽ നിന്ന്, അവന്റെ വേരുകളിൽ നിന്ന് കൂടുതൽ ആളുകളെ അറ്റുകളയുന്ന, എന്താണ്, നമ്മൾ വളരെ മോശമായിട്ടുള്ള, വളരെ അപരിഷ്കൃതരായിട്ടുള്ള, വളരെ കുറഞ്ഞൊരു ജനതയാണെന്നുള്ള ബോധം ഓരോരുത്തരുടെയും മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. അതില് നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വങ്ങളോ വിജയങ്ങളോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളെ 3ആയിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. ഈ ആൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ.
ഈ ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഹരപ്പ, മോഹൻജദാരോ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ വരുന്ന BC പീരീഡ് ആണ്, ബിഫോർ കോമൺ എറ പീരീഡ് ആണ്. ഈ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തില് ഈ 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള ഭാഗം ഒരൊറ്റ ചാപ്റ്റർ ആണ്. അതിനുശേഷം ഈ ഇവിടെ തുടങ്ങുകയാണ് ഈ 11-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള മഹത്തായിട്ടുള്ള ചക്രവർത്തിമാരുടെ ഗോറിക്ക് ഒരു പാഠം, ഗസ്നിക്ക് ഒരു പാഠം, മറ്റേ ഇബ്രാഹിം ലോധി, മറ്റേ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഓരോ പാഠങ്ങളുണ്ട്. പിന്നെ മഹാനായിട്ടുള്ള ബാബർ, മഹാനായിട്ടുള്ള ഹുമയൂൺ, മഹാനായിട്ടുള്ള അക്ബർ, ഇവരെയൊക്കെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജോലിക്കാരായിരുന്ന ഗവർണർ ജനറൽമാരെ പറ്റിയിട്ട്, ഇവരുടെ ഭരണപരിഷ്കാരങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ലോർഡ് കോൺവാലിസ്, അല്ലെങ്കിൽ ലോർഡ് കർസൺ, ലോർഡ് ലിറ്റിഗോ, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഔറംഗസേബിനെ പറ്റി വരെ പാഠമുണ്ട്. ഔറംഗസേബിന്റെ എല്ലാ കൊള്ളരുതായ്മയും ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഔറംഗസേബിന്റെ ടോക്കൺസുകളെ പറ്റി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള 2-3 ഉദ്യോഗസ്ഥന്മാരെ വെക്കാനുള്ള മനസ്സാക്ഷി കാണിച്ചിരുന്നു. 15 ക്ഷേത്രങ്ങൾ തകർത്തിരുന്നെങ്കിലും മറ്റേ ഈ പറയുന്ന അമ്പലത്തിൽ അദ്ദേഹം ദീപാവലി നാളിൽ ഈ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു വിടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വെളുപ്പിക്കൽ, വൈറ്റ് വാഷിംഗ് നടത്തുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ഈ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്ന 1st സെഞ്ചുറി ടു 10th സെഞ്ചുറി ഒരൊറ്റ ചാപ്റ്ററാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചക്രവർത്തിയെ പറ്റി, ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ല. ഇപ്പൊ മൗര്യ എംപയർ, ഗോൾഡൻ പീരീഡ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് മൗര്യൻ എംപയർ. അതല്ലെങ്കിൽ ഗുപ്ത പീരീഡ് എന്നൊക്കെ പറയുന്ന പീരീഡ് ഉണ്ട്. അപ്പൊ നമ്മൾ വിക്രമാദിത്യൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചക്രവർത്തി ഉണ്ടല്ലോ, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആണല്ലോ. വിക്രമാദിത്യൻ എന്ന് പറയുന്നത് സമുദ്രഗുപ്ത സെക്കൻഡ് ആണ്. സമുദ്രഗുപ്ത സെക്കൻഡിന്റെ ഇതിലായിരുന്നു, രാജസദസ്സിലായിരുന്നു നവരത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വരരുചി, കാളിദാസ് ഒക്കെ ഉണ്ടായിരുന്നു. നേരെ തിരിച്ച് ഞാൻ പല സ്കൂളുകളിലും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, വിക്രമാദിത്യ രാജാവിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പോലും അറിയില്ല. നേരെ തിരിച്ച് ഇവരോട് നിങ്ങൾ മറ്റേ അക്ബറിന്റെ കാമുകിയുടെ പേരെന്താന്ന് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഷാജഹാന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു നോക്കൂ. ഇവരുടെയൊക്കെ പേരുകൾ ഇവർ കൃത്യമായിട്ട് പറയും. അക്ബറിന്റെ കാമുകിയുടെ പേര് അനാർക്കലി എന്നായിരുന്നു, മറ്റേ ഷാജഹാന്റെ 4ാമത്തെ ഭാര്യയുടെ പേര് മുംതാസ് എന്നായിരുന്നു, 3ാമത്തെ ഭാര്യയുടെ പേര് എന്തായിരുന്നു എന്നൊക്കെ ഇവരൊക്കെ പറയും. അപ്പൊ എന്താ വെച്ചാൽ എന്താണ് പഠിപ്പിച്ചത്? നമ്മള് ഒരു ഗ്ലോറി ഉണ്ടായിട്ടുള്ള പീരീഡിനെ പറ്റിയിട്ട്, നമ്മൾ വിജയിച്ചു നിന്നിട്ടുള്ള പീരീഡിനെ പറ്റിയിട്ട്, നമ്മൾ വല്ലാതെ വെൽത്ത് അക്വയർ ചെയ്തിട്ടുള്ള ഗോൾഡൻ ബേർഡ്, സോനേക്ക ചിടിയ, സുവർണ പക്ഷി എന്നൊക്കെ ലോകം നമ്മളെ വിളിച്ചൊരു പീരീഡിനെ പറ്റിയിട്ട്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിഭവങ്ങൾ കണ്ടിട്ടാണല്ലോ ഈ പറയുന്ന ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് വന്നത്. അല്ലാണ്ട് വെറുതെ ഇന്ത്യ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഇവരൊക്കെ വന്നത്. ഇവിടെ ഇത്രയും സ്വത്തുണ്ട്, സമ്പാദ്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ. ആ പീരീഡിനെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. നേരെ തിരിച്ച് നമ്മൾ പഠിക്കുന്നതൊക്കെ എന്താ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള അധിനിവേശങ്ങൾ, ഈ പറയുന്ന വൈദേശിക ശക്തികളുടെ വിജയങ്ങൾ, നമ്മുടെ പരാജയത്തിന്റെ ഗാഥകൾ. നമുക്കത് പഠിക്കുമ്പോൾ തോന്നും എന്താ, നമ്മളൊരു വളരെ ശപിതമായിട്ടുള്ള സമൂഹമാണ്, നമ്മൾ നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുകയും തോൽക്കപ്പെടുകയും മറ്റുള്ളവരാൽ ഭരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണെന്ന്. ഇത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക? അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചരിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സമൂഹത്തിന്റെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ചില എലമെന്റുകൾ ഉണ്ട്. അതിൽ ആദ്യത്തേത് അക്കാഡമിയാണ്, രണ്ടാമത്തത് മീഡിയയാണ്, മൂന്നാമത്തത് ഈ പറയുന്ന ഇന്റലിജൻസിയ, പൊളീഷ്യ എന്നൊക്കെ പറയുന്ന സംഗതികളാണ്. ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു സമൂഹത്തിന്റെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതികളാണ്. നേരെ തിരിച്ച് നമ്മുടെ പൊതുബോധം എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വെച്ചാൽ, അധിനിവേശങ്ങളെ വളരെ അഭിമാനപൂർവ്വം സ്വീകരിക്കാനും സ്വന്തം പൈതൃകത്തെ നിഷേധിക്കാനുമാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സർവകലാശാലകളെ പറ്റി ഞാൻ പറഞ്ഞു. നളന്ദയിലും തക്ഷശിലയിലും സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ഈ നളന്ദ സർവകലാശാല തകർത്തത് ഭക്തിയാർ ഖിൽജി എന്ന് പറയുന്ന ഇസ്ലാമിക് ടൈറന്റ് ആണ്. അതായത് 3 മാസത്തോളം നളന്ദയിലെ സർവകലാശാല നിന്ന് കത്തി എന്നാ പറയുന്നത്. അത്രയേറെ ഗ്രന്ഥങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 90 ലക്ഷം ഗ്രന്ഥങ്ങൾ നളന്ദയിലെ സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ ഈ ഭക്തിയാർ ഖിൽജിയുടെ സൈന്യം വലിച്ചു പുറത്തിട്ട് തീ കൊളുത്തി. ഇത് കത്തിത്തീരാൻ അത്രയും കാലം എടുത്തു എന്നാ. നമ്മളിപ്പോ നളന്ദയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ട്രെയിൻ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് നളന്ദ റെയിൽവേ സ്റ്റേഷൻ എന്നല്ല, ഭക്തിയാർപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഭക്തിയാർപൂർ എന്നുള്ള പേര് വരുന്നത് ഭക്തിയാർ ഖിൽജിയിൽ നിന്നാണ്. അതായത് ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുത്തിട്ടുള്ള സർവകലാശാലയുടെ നിന്നിരുന്ന പ്രദേശം ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് അത് തീയിട്ട് ചുട്ടിട്ടുള്ള ആളുടെ പേരിലാണ്. അധിനിവേശങ്ങളെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമൂഹം ഏതാണുള്ളത്? അപമാനത്തിന്റെ ചിഹ്നങ്ങളെ പൈതൃക കേന്ദ്രങ്ങളാക്കി സംരക്ഷിച്ചിട്ടുള്ള വേറെ ഏത് സമൂഹം ഉള്ളത്? അതായത് ഒരു രാമൻ ജനിച്ച ഭൂമിയിൽ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാവരുതെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയെ തർക്കമന്ദിരം എന്ന് വിളിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കലാണ് ഇന്ത്യയുടെ മതേതര ജീവിതത്തിന്റെ ആകെത്തുക. അത് തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മതേതരത്വം ആകെ തകർന്നു പോയി. അതായത് പള്ളി ഉണ്ടാക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല അവിടെ തന്നെ പള്ളി ഉണ്ടാക്കിയത്. അതൊരു അപമാനത്തിന്റെ ചിഹ്നമായിട്ട് നിർമ്മിച്ചതാണ്.
ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളുടെ ഏറ്റവും സാക്രഡ് ആയിട്ടുള്ള ആരാധന കേന്ദ്രങ്ങളെ ഞങ്ങൾ തകർക്കുകയും നശിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യും. അവിടെ ആരാധിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തരില്ല എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. വേറെ മതങ്ങളിലൊന്നും ഈ പറയുന്ന പ്ലേസ് ഓഫ് വർഷിപ്പിന് വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇവരൊന്നും ഈ പറയുന്ന പള്ളീനെയോ അല്ലെങ്കിൽ മോസ്കിനെയോ ചർച്ചിനെയോ ഒന്നും ഹൗസ് ഓഫ് ദി ഡൈറ്റി ആയിട്ട് നമ്മളെ പോലെ ഈശ്വരന്റെ വാസസ്ഥലമായിട്ട് കണക്കാക്കുന്നില്ല. അവരുടെ ദൈവം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് വസിക്കുന്നത്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യർ ഒത്തുകൂടുന്ന ഒരു കോമൺ പ്ലേസ് ഓഫ് അസംബ്ലി മാത്രമാണ് ഇവരുടെ ഈ ആരാധനാലയം എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും സ്ഥലപരമായിട്ടുള്ള മഹാത്മ്യം ഇല്ല. ഇവിടെ ഇരിക്കുന്ന പള്ളി കുറച്ച് അപ്പുറത്തേക്ക് മാറിയിരുന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ഹിന്ദു വിശ്വാസ പ്രകാരം ഈ പറയുന്ന പ്ലേസ് ഓഫ് വർഷിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. സ്ഥലപ്രാമാണ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾക്ക് ഈ പ്രാധാന്യമുണ്ട്. ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെയൊക്കെ ഇത് തകർത്തിന്റെ ക്ഷേത്രങ്ങൾക്ക് പകരം അവിടെയൊക്കെ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലായിട്ടും അതിനെ സംരക്ഷിച്ചു നിർത്തല് നമ്മുടെ മതേതരത്വത്തിന്റെ ബാധ്യതയാണ് എന്നുള്ള വളരെ വിയേർഡായിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ള സങ്കല്പങ്ങൾ പേറുന്നത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമായതുകൊണ്ടാണ്. നമ്മളെ നിരന്തരമായിട്ട് നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തിട്ടുള്ളത് ഈ ആൾക്കാരാണ്. ഈ 1935 മുതൽ USA വന്നിട്ടുള്ള ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്ന മാർക്സിയം, ഈ കൾച്ചറൽ മാർക്സിസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സാധനം, ഈ കൾച്ചറൽ മാർക്സിസം യഥാർത്ഥത്തിൽ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന്റെ ഉൽപ്പന്നമാണ്. 1922-23 കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ തുടങ്ങിയതാണ്. 1929 മാർക്സ് ഹോർഖെമർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്ന സിദ്ധാന്തം ഉണ്ടാക്കുന്നത്. പിന്നീട് ഈ ജർമ്മനിയിൽ ജീവിക്കാൻ പ്രയാസമായപ്പോൾ, കാരണം നാസി പാർട്ടി അധികാരം പിടിച്ചെടുക്കുകയും ഹിറ്റ്ലർ ശക്തനാവുകയും ചെയ്തപ്പോൾ ഇവിടെ ഏറെക്കാലം നിൽക്കാൻ സാധിക്കില്ല മനസ്സിലാക്കി US-ലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഉണ്ടാവുന്നത്. ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ലെക്ചർമാരാണ് തിയോഡോർ അഡോർണോ, അതേപോലെ തന്നെ ഹെർബർട്ട് മാർക്കസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഈറോസ് ആൻഡ് സിവിലൈസേഷൻ എഴുതിയിട്ടുള്ള ഹെർബർട്ട് മാർക്കസ്, അതേപോലെ തന്നെ ഡയലറ്റിക്സ് ആൻഡ് എൻലൈറ്റ്മെന്റ് എഴുതിയിട്ടുള്ള ഇയാള് തിയോഡോർ അഡോർണോ ഒക്കെ ഈ സ്കൂളിന്റെ വക്താക്കളാണ്. ഇവര് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണ് ക്രിട്ടിക്കൽ തിയറി അല്ലെങ്കിൽ കൾച്ചറൽ മാർക്സിസം എന്ന് പറയുന്നത്. ഏത് സമൂഹത്തിലും നിലനിൽക്കുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സങ്കല്പങ്ങളെ നമ്മൾ അതിനെ മുഴുവൻ വെല്ലുവിളിക്കുകയും അതിനെ തകർക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ന്യൂ വേൾഡ് ഓർഡർ, ഒരു ന്യൂ ലെഫ്റ്റ് ഓർഡർ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് US-ലേക്ക് ചെന്നപ്പോൾ അത് റേസ് ആയിരുന്നു. അവിടെ ബ്ലാക്ക് വേഴ്സസ് വൈറ്റ് എന്ന് പറയുന്ന ബൈനറിയാണ് ഉപയോഗിച്ചത്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബൈനറി ആയിരുന്നു എന്ത്, അവർണ വേഴ്സസ് സവർണ, അല്ലെങ്കിൽ ഈ പറയുന്ന ആര്യൻ വേഴ്സസ് ദ്രാവിഡൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ ഈ അക്കാഡമിക്സ് അല്ലെങ്കിൽ നമ്മുടെ സർവകലാശാലകൾ ആദ്യം തൊട്ടേ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. കാരണം നമ്മൾ ഒരു ട്രാൻസ്ഫർ ഓഫ് പവർ നടന്നത് എങ്ങനെയാണ്? നമ്മൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലല്ലോ ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ നടക്കുന്ന 70 കൊല്ലത്തെ ഒരു പ്രോസസ്സാണ്. ആദ്യം ബ്രിട്ടീഷുകാര്, പിന്നെ ബ്രിട്ടീഷുകാരുടെ വേണ്ടപ്പെട്ടവര്, പിന്നെ വളരെ ക്രമേണ ഒരു 1999 2000 ആവുമ്പോഴേക്കാണ് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള പവർ ട്രാൻസ്ഫർ ആണ്. ഐ ആം ദ ലാസ്റ്റ് റൂളിംഗ് ബ്രിട്ടീഷർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ആലോചിക്കണം, ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആയിരുന്ന, പൂർണ്ണമായിട്ടും ഹിന്ദു ബൈ ആൻ ആക്സിഡന്റ് ഓഫ് ബർത്ത്, ബ്രിട്ടീഷർ ബൈ ട്രെയിനിങ് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്കാണ് ഭരണം കിട്ടുന്നത്. പൂർണ്ണമായിട്ട് ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. നമ്മളിപ്പോ കേരളത്തിന്റെ ഒരു സമ്പ്രദായ പ്രകാരം നമ്മൾ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ നമ്മൾ വലതുപക്ഷത്തിലാണ് പെടുത്തുക. അത് കൺവെൻഷണൽ ലെഫ്റ്റ് റൈറ്റ് സ്പെക്ട്ര പ്രകാരം അത് ശരിയല്ല. കാരണം കോൺഗ്രസ് ഇസ് എ ലെഫ്റ്റിസ്റ്റ് പാർട്ടി, ഒരു ഇടതുപക്ഷ സംഘടനയാണ്, സോഷ്യലിസ്റ്റ് ആണ് അവര്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഭരണഘടനയിൽ പോലും സോഷ്യലിസ്റ്റ് എന്ന് എഴുതി ചേർക്കുന്നത്. നെഹ്റു ചേരിചേരാ നയമൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യയുടെ കൂടിയാണ് അലൈൻ ചെയ്തിരുന്നത്. സോവിയറ്റ് റഷ്യയിലെ ഡോക്ട്രിൻസ് ആണ് അതേപോലെ ഇന്ത്യയിൽ ഇംപ്ലാന്റ് ചെയ്തത്. അങ്ങനെയാണ് ഫയർ പ്ലാനിംഗ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇന്ത്യയിലേക്ക് വരുന്നത്, റേഷനിങ് വരുന്നത്, ലൈസൻസ് രാജ് വരുന്നത് ഒക്കെ സോവിയറ്റ് സ്ട്രക്ചറിലാണ്. ആലോചിച്ച് നോക്കണം, ഇപ്പൊ നമ്മള് ഡീസെൻട്രലൈസേഷനെ പറ്റിയൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഇവിടെ മഹാനായിട്ടുള്ള ചാച്ചാജി ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിന്റെ എറണാകുളം ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്തിലേക്ക് ഒരു വർഷം കൊടുക്കേണ്ട വിഭവം എത്രയാണെന്ന് ഡൽഹിയിലെ ഈ പറയുന്ന ഫയർ പ്ലാനിംഗ് കമ്മീഷൻ എടുത്തിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ ഇരുന്ന് തീരുമാനിക്കുന്ന പ്രകാരം രാജ്യം നടക്കുകയാണ്. അതേപോലെ തന്നെ മൊത്തം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ മുഴുവൻ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രകാരം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയും 1/2 ലിറ്റർ മണ്ണെണ്ണ കിട്ടാൻ വേണ്ടി നമ്മൾ അരമണിക്കൂർ ക്യൂവിൽ നിൽക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം കിട്ടണമെങ്കിൽ ലൈസൻസ് രാജ് പ്രകാരം നമ്മൾ ആളുകൾക്ക് കൈക്കൂലി കൊടുക്കേണ്ട വ്യവസ്ഥയാണ്. ക്രോണി ക്യാപിറ്റലിസം ആണ്. അതെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകപ്പെട്ട സംഭവം ചെയ്യാൻ ഒരു പ്രത്യേക ഇൻഡസ്ട്രിക്ക് മാത്രമേ അധികാരമുള്ളൂ. സിമന്റ് നിർമ്മിക്കാൻ ബിർളയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. സ്കൂട്ടർ നിർമ്മിക്കാൻ ബജാജിന് മാത്രമേ അധികാരമുള്ളൂ.
ഇരുമ്പ് നിർമ്മിക്കാൻ മറ്റേ ടാറ്റയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെയുള്ള ക്രോണി ക്യാപിറ്റലിസത്തിന്റെ സോഷ്യലിസ്റ്റ് സ്ട്രക്ചർ അതേപോലെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നെഹ്റു. അത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു. ആ നെഹ്റുവിന്റെ സോഷ്യലിസത്തിന്റെ ഒരു പ്രായോഗികത എങ്ങനെയാണെന്ന് വെച്ചാൽ അധികാരം, പവർ കോൺഗ്രസ് കൈയാളുക, അക്കാഡമിയ ഇടതുപക്ഷം കൈയാളുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ പൂർണ്ണ ഇടതുപക്ഷക്കാരാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് നെഹ്റു മന്ത്രിസഭയിൽ ഇടതുപക്ഷവും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അവർ പുറത്തു നിൽക്കുകയായിരുന്നില്ലേ ചെയ്തിരുന്നത്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലം വരെയും ഇടതുപക്ഷം കോൺഗ്രസിനോട് അലൈൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നീടാണ് ഇടതുപക്ഷം കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു പവർ ഷെയറിംഗ് ഡീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ കോൺഗ്രസ് കൈകാര്യം ചെയ്യുക, അക്കാഡമിക് ഡിസ്പെൻസേഷൻ ഇടതുപക്ഷം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സർവകലാശാലകളുടെ എല്ലാം തലപ്പത്ത് ആദ്യം മുതലേ തലയുറപ്പിച്ചിട്ടുള്ളത് ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന്റെ ക്രിട്ടിക്കൽ തിയറിയും ക്രിട്ടിക്കൽ പെഡഗോഗിയും ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂളിന്റെ ബ്രിട്ടീഷ് പ്രത്യയശാസ്ത്രത്തെ അതേപോലെ ഇന്ത്യൻ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഇടത് നരേറ്റീവിന്റെ ആളുകളാണ്. ഇവരാണ് നമ്മുടെ പൊതുബോധ നിർമ്മിതിയിലെ വലിയൊരു പങ്ക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് അക്കാഡമിയുടെ കാര്യം. നമ്മുടെ മീഡിയ, ഇപ്പൊ നമ്മുടെ സെലിബ്രേറ്റഡ് ആണെന്ന് നമ്മൾ പറയുന്ന എഴുത്തുകാർ ആരൊക്കെയാണ്? അരുന്ധതി റോയ്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആനന്ദ് പട്വർദ്ധൻ, അതല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണലിസ്റ്റുകൾ എന്ന് പറയുന്നത് നിവേദിത മേനോൻ. ഇവരൊക്കെ എന്താണ്? ഇത് ഇവരുടെ സ്റ്റൂജസ് ആയിട്ടുള്ള ആളുകൾ. നമ്മുടെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ റോമില്ല താപ്പറാണ്. നമ്മൾ ആലോചിക്കണം, ആർ സി മജുംദാറിനെ പോലെ വലിയ ചരിത്രകാരന്മാരുണ്ടായിരുന്ന രാജ്യത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ഹിസ്റ്റോറിയൻ റോമില്ല താപ്പറാണ്. ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നിയോഗിക്കപ്പെട്ടത് ആർ സി മജുംദാർ ആയിരുന്നു. ആർ സി മജുംദാറിന്റെ നേതൃത്വത്തിലാണ് ബോർഡ് ഓഫ് എഡിറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അതില് ആർ സി മജുംദാർ പറഞ്ഞിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള സമരം മാത്രമല്ല, ഇറ്റ് ഇസ് നോട്ട് എ പോസ്റ്റ് 18th century ഫെനോമിനൻ. ദ ഫ്രീഡം സ്ട്രഗിൾ ആക്ച്വലി സ്റ്റാർട്ടഡ് ഫ്രം ദ 11th century. കാരണം ഒന്നാമത്തെ ഇസ്ലാമിക അധിനിവേശം മുതലേ തുടങ്ങുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിവിലൈസേഷണൽ യുദ്ധമാണെന്നാണ്. അത് പറഞ്ഞതിനാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം. അതിൽ തന്നെ പ്രധാനമായിട്ട് നെഹ്റു ഗാന്ധി എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് ഇങ്ങോട്ട് മേടിച്ചു തന്നത് എന്ന് പറയുന്ന ഒരു ചരിത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും അത് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ആർ സി മജുംദാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിനെ പിരിച്ചുവിട്ടു. മൗലാന അബ്ദുൽ കലാം ആയിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിന്നീട് എന്ത് ചെയ്തു? താരാചന്ദ് എന്ന് പറയുന്ന ഗവൺമെന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഏകാംഗ കമ്മിറ്റി ഉണ്ടാക്കി. ആ താരാചന്ദ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യ ചരിത്രമാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഭരണകൂടത്തിന്റെ താല്പര്യപ്രകാരം, നെഹ്റു ഡൈനാസ്റ്റിയുടെ ഇച്ഛപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വളരെ സെക്യുലർ ആയിട്ടുള്ള, വളരെ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, വളരെ വാട്ടർ ഡൗൺ ആയിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന്റെ കുഴപ്പം ആദ്യത്തെ ഒരു വലിയ ജനറേഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അത് എങ്ങനെ ഒരു സമ്പൂർണാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരം ആയിട്ടില്ല. സ്വാതന്ത്ര്യ സമരം നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. 1947 ഓഗസ്റ്റ് 15 തുച്ചിട്ട പോലെ കിട്ടിയ ഒരു സാധനമല്ല സ്വാതന്ത്ര്യം. അന്നത്തോട് കൂടിയിട്ട് നമ്മുടെ സമരം അവസാനിക്കുന്നില്ല. കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബ്രിട്ടീഷ് അധിനിവേശം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു അധിനിവേശമാണ്. ഒരു ഭൂപ്രദേശത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ആ സമൂഹം സ്വതന്ത്രമാവുന്നില്ല. നമുക്ക് അവിടെ സ്വരാഷ്ട്രം മാത്രമേ കിട്ടുന്നുള്ളൂ. ഓൺലി ദ ലാൻഡ് ഈസ് എന്താണ് ഫ്രീഡ് ഫ്രം ദ ഫോറിൻ റൂൾ. അവിടുത്തെ മനസ്സുകൾ അപ്പോഴും അധിനിവേശത്തിന്റെ കീഴടങ്ങി നിൽക്കുകയാണ്. ഒരു വൈദേശിക ഭരണകൂടത്തിൽ നിന്നൊരു ഭൂപ്രദേശത്തെ മോചിപ്പിക്കാനുള്ള സമരം സ്വാതന്ത്ര്യ സമരമല്ല, അത് സ്വരാഷ്ട്ര സമരം മാത്രമാണ്. ആ ജനത മാനസികമായിട്ടും ആധ്യാത്മികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ സ്വതന്ത്രരാകുമ്പോൾ മാത്രമേ, സ്വന്തം തന്ത്രത്താൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥ, എന്നെ നയിക്കേണ്ടത്, എന്നെ നിയന്ത്രിക്കേണ്ടത് എന്റെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള തീരുമാനങ്ങളാണെന്നുള്ള ബോധം ആ സമൂഹത്തിൽ ഉണ്ടാവുന്ന അവസ്ഥ. നമ്മൾ മറ്റാരെക്കാളും താഴെയല്ല, നമ്മൾ ആരെക്കാളും കീഴിലല്ല, നമ്മളൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഗരിമയുള്ള ഒരു സമൂഹമാണെന്നുള്ള അഭിമാനബോധം നമ്മൾ വീണ്ടെടുക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലേ നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രരാകുന്നുള്ളൂ. ആ പ്രക്രിയ ഇന്ത്യയിൽ ഇപ്പോഴും നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ അത് വളരെ വേഗം കൂടിയിട്ടുണ്ട്, വളരെ കരുത്താർജിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നമ്മൾ വളരെ വേഗത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും മക്കാളെ വിതച്ചിട്ടുള്ള വിത്തുകൾ നമ്മുടെ മനസ്സുകളിൽ വലിയ വൃക്ഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1.5 hours. താങ്ക് യു സോ മച്ച്. വളരെ അധികം തിരക്കുകളുടെ ഇടയിൽ സംഘം ടോക്സിന് വേണ്ടി സമയം കണ്ടെത്തിയതിന് താങ്ക് യു. ഇനിയും ഇങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി.